നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ യുവതീ പ്രവേശം കേരളത്തെ പിടിച്ചുകുലുക്കിയ നാളുകൾ ഓർമ്മയില്ലേ? പിണറായി സർക്കാരിന് ഏറെ പ്രതിസന്ധിയുണ്ടാക്കിയ നാളുകൾ, വിശ്വാസി സമൂഹം തെരുവിലിറങ്ങിയ നാളുകൾ. ഇന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ വിയോജിപ്പുകളുമായി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. സർക്കാരിനെ വിശ്വാസമില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു സംഘ് പരിവാർ സംഘടനകൾ. തത്വമസി എന്ന വിശ്വമാനവതയുടെ സന്ദേശം ലോകമാകെ പ്രചരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് VN വാസവൻ പറയുമ്പോൾ വിശ്വസിക്കുമോ വിശ്വാസികൾ ഇടത് സർക്കാരിനെ? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. സ്വാഗതം പൊതുവേദിയിലേക്ക്. എൻ്റെ ആദ്യ കോളർ തലശ്ശേരിയിൽ നിന്ന് ശ്രീ ദിവാകരൻ, ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുമ്പോൾ എന്തായിരിക്കാം അതിൻ്റെ ലക്ഷ്യമെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് കാലത്തിനൊത്തിട്ട് അവരെ മനംമാറ്റം എന്നാ അതിന് പറയുക. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് വൺ റീജിയൻ വൺ കാസ്റ്റ് വൺ ഗോഡ് ഫോർ മെൻ. അതായത് ദൈവം, അതായത് നമ്മളെ മാനസിക അറ്റ്മോസ്ഫിയർ മറ്റേ ഇവിടെ സ്പേസിൽ പോയ ആ അവസരത്തിൽ ആ സയന്റിസ്റ്റുമാർ എത്രയോ ബുദ്ധി ഇന്റലിജന്റിലെ കൂട്ടർ അവർ വരെ പ്രെയർ ചെയ്തിന്. അപ്പൊ ഒരു ശക്തി ഉണ്ട് എന്നുള്ള ഇപ്പൊ ആ തീരുമാനം ആയത് അത് വളരെ നന്നായിരുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, വിശ്വസിക്കുമോ ഈ സർക്കാരിനെ ഹൈന്ദവ വിശ്വാസികൾ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ സർക്കാരിനെ ഹൈന്ദവർക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും വിശ്വസിക്കാം. ഒരു കള്ളത്തരം ഒരു ചതി ഒന്നും ചെയ്യൂല, വളരെ നീറ്റായിട്ട് പോകും. അപ്പൊ അവരോട് അവർക്ക് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സിദ്ദിഖ് എന്നോടൊപ്പം ചേർന്നു. TC സിദ്ദിഖ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? സിദ്ദിഖ്, ശ്രീ സിദ്ദിഖ്, പറഞ്ഞു സാർ. ഈ സർക്കാരിന്റെ ഈ നീക്കം എന്തിന്റെ സൂചനയായിട്ടാണ് സിദ്ദിഖ് കാണുന്നത്? ഈ സർക്കാരിന്റെ നീക്കം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇരട്ടത്താപ്പ് നയാണ്. ആദ്യം അയ്യപ്പ ഭക്തന്മാർക്കെതിരെ നീങ്ങി, എന്നിട്ട് ഇവിടെ വർഗീയത വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമെന്ന് ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം സ്ത്രീകളെ ആളുകളുടെ വിശ്വാസത്തിനെതിരെ നീങ്ങുക, അങ്ങനെ ആളുകളെ തരംതിരിക്കുന്ന ഒരു ഇടപാടാണ് എന്ന് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപ് എന്നോടൊപ്പം ചേരുന്ന ഇടുക്കിയിൽ നിന്നാണ്. പ്രദീപ്, ഒരു കാലഘട്ടത്തിൽ വലിയൊരു പ്രക്ഷോഭം നമുക്ക് ഓർമ്മയുണ്ട്. കോടതി വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ചില നീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ അത് ധൃതി പിടിച്ചുള്ളതായിപ്പോയി എന്ന തരത്തിൽ ആക്ഷേപമുയരുന്നു. വിശ്വാസികൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. ഈ പുതിയ ആഗോള സംഗമം ആ പഴയ കറ മായ്ക്കാനുള്ളതാണോ? ഇതൊക്കെ പാർട്ടിയുടെ ഇലക്ഷൻ വരില്ല, അതിന്റെ ഒരു കളിയല്ലേ. ആലങ്ങാട് സംഘം, ആലങ്ങാട് കേട്ടിട്ടുണ്ടോ? ആലങ്ങാട് സംഘം പറയൂ, കേൾക്കുന്നു. ആലങ്ങാട് സംഘം കേട്ടിട്ടുണ്ടോ? അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും. ഇല്ല. അതില് ആലങ്ങാട് സംഘം ഉണ്ട്. അതിന്റെ വിളിച്ചപ്പാട് എന്റെ വൈഫിന്റെ അച്ഛന്റെ പെങ്ങടമാനാണ് സുരേഷ് എന്ന് പറയും. അവരൊന്നും ഇവർ വിളിച്ചാൽ പോവും. അവര് ഈ പരിപാടി വിളിച്ചാൽ പോലും. ഇതൊക്കെ പാർട്ടിയുടെ കളിയല്ലേ. മറ്റേ ഇലക്ഷൻ വരുമല്ലേ, കുറെ പാർട്ടിക്കാർ വരും, പിന്നെ രഹന ഫാത്തിമയൊക്കെ വരുമായിരിക്കും. അതിക്കുള്ളൊന്നും വരാൻ പോകില്ല. അവരൊക്കെ അങ്ങനെയുണ്ടോ? ഞാൻ നോക്കാം. അതൊക്കെ വരും, അതല്ലേ വരുള്ളൂ. രണ്ടുപേരില്ല വരാനാരാ ഇവരൊക്കെ ഉണ്ടാക്കിയ പ്രശ്നം 2018. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, അങ്ങ് ഒരു RSS BJP അനുകൂല നിലപാടുള്ള ആളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹം തെരുവിലിറങ്ങിയതിൻ്റെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധവുമായി വരുമ്പോൾ ഈ സർക്കാരിനെതിരെ സമാനമായൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുക എന്നതാണോ, അതോ സർക്കാരിനെ കുറെ കൂടി ജാഗ്രതയോടുകൂടി വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സജ്ജമാക്കുക എന്നതാണോ ഈ പ്രതികരണത്തിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ? സർ നമസ്കാരം. നമസ്കാരം. ഹിന്ദു സംഘടനകൾക്ക് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പല്ല സാർ. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് കേടുപാട് പറ്റുന്ന രൂപത്തിൽ ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ അവരെ തിരുത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങൾക്ക് മതം വെച്ചിട്ട് ഒരു ദൈവത്തെ വെച്ച് വോട്ട് പിടിക്കാനാണെന്ന് പറയുന്ന പോലെ ഒരു കാലത്ത് ന്യൂസ് 18 ചർച്ച ചെയ്തിരുന്നു. അയോധ്യയിൽ അമ്പലം ഉണ്ടാക്കിയ വോട്ടിന് വേണ്ടിയിട്ടാണ്. അതിന് BJP അല്ലല്ലോ അവിടെ അമ്പലം ഉണ്ടാക്കിയത്. അപ്പൊ അതുപോലെ
ഈ ഹിന്ദു മുന്നണികൾ ഹൈന്ദവ ന്യൂസ് 18 ഒരു കാലത്തും അയോധ്യയിൽ അമ്പലമുണ്ടാക്കിയത് വോട്ടിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഞങ്ങളായിട്ട് ഈ അമ്പലം സൃഷ്ടിച്ച് വോട്ട് പിടിക്കാനാണ് എന്നൊരു പ്രയോഗമേ നടത്തിയിട്ടില്ല. ഒരു ദിവസം പൊതുവേദിയിൽ ചർച്ച തന്നെ ഉണ്ടായി. ഏതാ ഈ അമ്പലം ഉണ്ടാക്കിയത് വോട്ടിന് വേണ്ടിയോ എന്ന് തന്നെ. അപ്പോ ഞാൻ ഫസ്റ്റ് തന്നെ ചോദിച്ചു, ഒരു ലേഡിയായിരുന്നു അവതരിച്ച പേരെനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ലേഡിയോട് ചോദിച്ചു, അയോധ്യയിൽ BJP അമ്പലം ഉണ്ടാക്കിയത് BJPക്ക് വോട്ടിന് വേണ്ടിയാണോ അയോധ്യയിൽ അമ്പലം? താങ്കളോട് ആരാ പറഞ്ഞത്? താങ്കൾക്ക് എവിടുന്നാ മനസ്സിലായത്? അപ്പൊ അന്ന് എനിക്ക് സംസാരിക്കാൻ ഇടവരാത്തത് കട്ട് ചെയ്ത് കഴിഞ്ഞു പോകണം. എനിക്കിപ്പോ ഓർമ്മയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഹിന്ദു സംഘടനയെ സംബന്ധിച്ച് ഈ ശബരിമല പോലുള്ള പ്രദേശങ്ങളിലെ വിശ്വാസ പ്രമാണങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അവർക്ക് ഇത് സംഘടിപ്പിക്കുന്നതിൽ കുറെ പണം അട്ടിമറിക്കാനും അഴിമതി നടത്തുന്നതിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതെന്തോ ആവട്ടെ. പക്ഷെ വിശ്വാസത്തിനെതിരായിട്ട് വരുമ്പോൾ ഹൈന്ദവ സംഘടനകൾ അടങ്ങിയൊന്നും ഇരിക്കുകയില്ല. അത് ഏത് പൊന്ന് തമ്പുരാൻ കേരളം ഭരിച്ചാലും അതിനൊന്നും വിട്ട് കൊടുക്കുകയില്ല. അതിനുള്ള തന്റെയോ ചങ്കൂറ്റോ ഒക്കെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇതിൽ എന്തെങ്കിലും വിശ്വാസത്തിന് എതിരെ ഉണ്ടോ? ഇപ്പൊ ആഗോള സംഗമം നടത്തുന്നു എന്ന് പറയുന്നതിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് കപടമല്ലേ സർ? ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എവിടെയാ ദൈവവിശ്വാസം? അവരിപ്പം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം അവരോട് മെമ്പർഷിപ്പ് എടുത്ത് അവിടെ കമ്മിറ്റിയിൽ അംഗങ്ങളാവാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്കറിയാം. അവിടെ ബുദ്ധിയുള്ളവർക്ക് അറിയാം. അവരവിടെ കയറിയത് അത് നശിപ്പിക്കാനാണ്, അതിന്റെ പുരോഗമനത്തിനല്ല. അവിടുത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണല്ലോ. ഇപ്പൊ നിലവിൽ നമുക്കിപ്പോ ഏത് സർക്കാർ ആയാലും അവരാണല്ലോ അത് അവിടുത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത്. സാർ, ഞാൻ പച്ച മലയാളത്തിലല്ലേ സാറിനോട് പറയുന്നത്? ഹൈന്ദവ വിശ്വാസങ്ങളെ ഒരു വിധത്തിലും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ഒരു വിധത്തിലും അനുവദിക്കത്തില്ല. അതിന് യാതൊരു സംശയം. പിന്നെയും UDF വന്നാൽ ഒരു പക്ഷേ കോൺഗ്രസിന് അങ്ങനെ പച്ചയായിട്ട് അതിനെതിർത്ത് പ്രദേശത്തിൽ വരുവാനാവൂല, പരോക്ഷമായിട്ടായിരിക്കും. അപ്പൊ ഇവർ കമ്മ്യൂണിസ്റ്റുകാർ പ്രദേശത്തിൽ തന്നെ വരും. ഈ ഹൈന്ദവ വിശ്വാസങ്ങൾ അവർക്കറിയാം. ഹൈന്ദവ ഒരു സംഘടിത വോട്ട് ബാങ്ക് എല്ലാം. അവർ കുറച്ച് CPI ആയിരിക്കാം, കുറച്ച് CPM ആയിരിക്കാം, കുറച്ച് കോൺഗ്രസ് ആയിരിക്കാം, കുറച്ച് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അന്നും ഈ ചർച്ചയുടെ കാര്യത്തിലും ഞാൻ ഇനി ഒരു കാര്യം പറയാം. നമ്മളൊരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അത് അങ്ങ് മാത്രമല്ല, നമ്മുടെ പൊതുവേദി പൊതു പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ലക്ഷ്യം വോട്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും ആരോപിച്ചിട്ടുണ്ടാവും, കോൺഗ്രസോ അല്ലെങ്കിൽ CPM അങ്ങനെ ആരെങ്കിലും ആരോപിക്കുമ്പോൾ ആ ആരോപണത്തെയാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇത് ലക്ഷ്യം വോട്ടാണ് എന്ന ഒരു ധാരണ ഞങ്ങൾക്കുള്ളത് കൊണ്ട് പറയുകയല്ല. അല്ല, അത് കേൾക്കണം. ഇപ്പോൾ പറയട്ടെ, ഈ ബാലകൃഷ്ണൻ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ കോൺഗ്രസിനെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസമില്ല, വോട്ട് ക്രമക്കേടില്ല എന്നല്ല അർത്ഥം, വിശ്വാസമുണ്ട് എന്നല്ല അർത്ഥം. കോൺഗ്രസിനെ വിശ്വസിക്കുന്നില്ല എന്നൊരു BJP പറയുന്നു. അപ്പോൾ ആ വിഷയമെടുത്ത് ആ വാക്കെടുത്താണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു പൊതു നിലപാടില്ല. ഞാനിവിടെ അസന്നിഗ്ധമായി പറയുകയല്ലേ. ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? അന്നത്തെ ആ ചോദ്യം അതായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഈ ബാലകൃഷ്ണൻ വടകര ഇനി ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കാത്തതിന്റെ പ്രശ്നമാണത്. ആ ചോദ്യം അങ്ങനെ വരാൻ കാരണം അങ്ങനെ ഒരു ചോദ്യം വേറെ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടാകും. ഇപ്പൊ വിശ്വാസികൾ വിശ്വസിക്കുമോ ഈ സർക്കാർ എന്ന ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത് നിങ്ങൾ വിശ്വാസമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഒരു വിഭാഗം വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, എനിക്ക് സർക്കാരിന്റെ വിശ്വാസക്കുറവോ വിശ്വാസം കൂടുതലോ ഉള്ളത് കൊണ്ടല്ല. താങ്കളുടെ വിശ്വാസത്തിനല്ലെങ്കിലും അല്ല, അങ്ങിത് ഇനി ഉരുളരുത്. ഞാൻ പറഞ്ഞത് ഇത്ര വളരെ കൃത്യമാണ്, പ്രേക്ഷകർക്ക് മനസ്സിലായി. അതായത് ഞങ്ങൾക്ക് സർക്കാരിനെ വിശ്വാസമില്ല എന്ന് ഇപ്പോൾ കുമ്മനം രാജശേഖരൻ പറഞ്ഞല്ലോ, VHP പറഞ്ഞല്ലോ, ഇപ്പോൾ ശശികല ടീച്ചർ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ സർക്കാരിനെ വിശ്വസിക്കുമോ ജനങ്ങൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് സർക്കാരിനെ വിശ്വാസമില്ല എന്നല്ല അർത്ഥം. ഈ പറഞ്ഞത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ എന്ന കൊടുക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് അതിലൊരു കാര്യമില്ല. അല്ലാതെ ഇത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ വിശ്വസിക്കില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുമോ, അങ്ങനെ അതിനർത്ഥമില്ല. ഓക്കെ, കൃത്യമാണോ? ഇപ്പം കൃത്യമാണോ? എനിക്ക് അന്ന് സംസാരിക്കാൻ ഇടതന്നില്ല. ഞാൻ അങ്ങേക്ക് എത്ര ഇടവേണമെങ്കിലും ഞാൻ തരാം. അങ്ങ് ഈ പറഞ്ഞതിന് കൂടുതൽ അങ്ങേക്ക് ഒന്നും പറയാനില്ല. അല്ല, അങ്ങ് പറഞ്ഞോ, ഉണ്ടെങ്കിൽ പറഞ്ഞോ. അല്ല, എനിക്ക് പറയാനുള്ളത് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു മേഡത്തിനോട്. ഞാൻ ചോദിച്ചു, താങ്കളോട് ആരാണ് പറഞ്ഞത് BJPക്ക് വോട്ട് വേണ്ടിയിട്ടാണോ ഈ അയോധ്യയിൽ അമ്പലം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിപ്പോ അന്നത്തെ കാര്യത്ത് ശ്രീ ബാലകൃഷ്ണൻ അറിയാലോ, അങ്ങനെ ഒരു ആക്ഷേപം എത്രയോ ആളുകൾ ഉന്നയിച്ചില്ലേ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കി. പിന്നെ ശ്രീ ബാലകൃഷ്ണൻ, ഞാൻ ഒരു കാര്യം അങ്ങയോട് വേറൊരു കാര്യം വളരെ വിനയത്തോട് പറയട്ടെ.
നോക്കൂ, ഇവിടെ നിൽക്കുന്ന ഒരു ആങ്കർക്ക്, ഇപ്പം ഞാനായിരിക്കാം, വേറെ യുവതിയായിരിക്കാം, മറ്റ് ഒരാളായിരിക്കാം, ഞങ്ങൾക്ക് ഫോൺ കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യുന്നത് എവിടെയാ? കട്ട് ചെയ്യുന്നത് പുറത്താ. എനിക്ക് എൻ്റെ കയ്യിൽ ഫോണിൻ്റെ നിയന്ത്രണമില്ല. ഓക്കെ, അതെന്തായിരിക്കും അവിടെ ഇല്ലില്ല, അത് ആ പാവം പ്രവീണിയാണ് അവിടെ ഇരുന്ന് ഫോൺ നിയന്ത്രിക്കുന്നത്. അപ്പൊ അങ്ങ് ഇതൊക്കെ പറയുന്നതിൽ അവരിത് അത് ആ ഫോൺ കട്ടായി പോകുന്നത് സ്വാഭാവികമാണ്. അല്ലാതെ അങ്ങയുടെ ഫോൺ ഇപ്പൊ അങ്ങിപ്പോ ഇത് ഫോൺ ഞാൻ നിർത്തിയിരുന്നെങ്കിൽ അങ്ങ് പറയും കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് ആവശ്യത്തിന് സമയം തന്നത്. അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കില്ലെന്ന്. ഞങ്ങൾ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഓടുന്നവരല്ല. ഞങ്ങൾ നാളെ വരുന്നില്ലേ? പിന്നെ നമ്മൾ എന്നും കാണുന്നല്ലേ ശ്രീ ബാലകൃഷ്ണൻ വടകര. പിന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഓടിയാൽ ഞാൻ കട്ട് ചെയ്ത് ഓടിയെന്നല്ല അങ്ങ് പറഞ്ഞു, വേറെ ആരോ കട്ട് ചെയ്ത് ഓടിയത്. അങ്ങനെ കട്ട് ചെയ്ത് ഓടാൻ പറ്റില്ലെന്ന്. എങ്ങോട്ട് ഓടാൻ? നമ്മളൊക്കെ ഇവിടെ ഉള്ളവരല്ലേ. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കി, താങ്കൾ ഇനി എതിർത്ത് സംസാരിച്ച മാധ്യമങ്ങൾ ഞങ്ങൾ 100 വർഷം നെഗറ്റീവിൽ നിന്ന് വന്നതാ സാർ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ശത്രുപക്ഷത്ത് നിർത്താൻ മാത്രം നിങ്ങൾ എങ്ങനെ, എന്ത് ധാരണയിലാണ്? ഞാൻ പറഞ്ഞോ അങ്ങനെ ഇത് ശരിയാണെന്ന് പറഞ്ഞോ? കേരളത്തിലെ ചാനലുകളെ മുഴുവൻ അങ്ങ് എങ്ങനെയാണ് അടച്ചാക്ഷേപിക്കുന്നത്? അതൊക്കെ എന്തൊരു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ ബാലകൃഷ്ണൻ വടകര, BJP അല്ലെങ്കിൽ അങ്ങ് ഉയർത്തിപ്പിടിക്കുന്ന RSSന്റെ ആശയം മാത്രം കൊടുക്കുന്ന ചാനലുകളില്ലേ? ഇല്ലേ? പിന്നെ അങ്ങ് പറയും ചാനലുകൾ മുഴുവൻ എതിരാണെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? അങ്ങയുടെ അഭിപ്രായം മാത്രം കൊടുക്കുന്ന പത്രങ്ങളില്ലേ? ഇത് കൂടുതലായി കൊടുക്കുന്നവരില്ലേ? ഇത് ഒട്ടും കൊടുക്കാത്തവരുണ്ട്. അപ്പൊ ആ ഒട്ടും കൊടുക്കാത്തവരെ കൂടി അങ്ങ് സഹിക്കണം. നന്നായി കൊടുക്കുന്നവർ അതിലുണ്ട്, ഒട്ടും കൊടുക്കാത്തവരുണ്ട്, ഇടനിലയിൽ കൊടുക്കുന്നവരുണ്ട്, അല്ലേ? അപ്പൊ അങ്ങ് അത് പറയുന്നത് ശരിയല്ല. ചില ചാനലുകൾക്ക് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം അവർ ഉയർത്തിപ്പിടിക്കും. അത് അതിനുവേണ്ടിയാണല്ലോ അവർ ആ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ചാനലുകളെല്ലാം കൂടി ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയാനൊന്നും അതിലില്ല. ഉണ്ടോ? ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഞാൻ സാറിനോട് പറയുന്നത്, ഞാൻ പറഞ്ഞത് അവർ നിങ്ങൾക്ക് വിരോധവും നിങ്ങളുടെ വിരോധമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ കൾച്ചർ അങ്ങനെയാണ്. ചാനലുകൾക്ക് അങ്ങനെ പ്രവർത്തിച്ചാൽ റേറ്റിംഗ് ഉണ്ടാവും, റൈറ്റ് ആണ്. അതാരാണ് ശ്രീ ബാലകൃഷ്ണൻ വടകരയോട് ഞാൻ ആദ്യം തന്നെ അങ്ങയോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ റേറ്റിംഗിന്റെ കാര്യത്തിൽ ന്യൂസ് ചാനലുകൾ ഏറ്റവും പുറകിലാണ്. റേറ്റിംഗ് ആഗ്രഹിക്കുന്നവർ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു എന്റർടൈൻമെന്റ് ചാനൽ തുടങ്ങിയത്, അതിനാ കൂടുതൽ റേറ്റിംഗ്. സാർ ഒരു സെക്കൻഡ് ഒന്ന് പറയാൻ അനുവദിക്കൂ. ഞാൻ പറയുന്നത് അങ്ങ് റേറ്റിംഗിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റർടൈൻമെന്റ് ചാനലാക്കിയ പോരെ? 89 വർഷവും നെഗറ്റീവ് ചെയ്ത് നെഗറ്റീവ് മാത്രം ഇതൊക്കെ അങ്ങനെ വേറെ. ഞാൻ ചോദിക്കുന്നത്, ഈ RSSനെ BJP അനുകൂലിക്കുന്ന ഒരു മാധ്യമവും പത്രവും ഇന്ത്യയിലില്ലേ? ഇല്ലേ? ഒന്നോ രണ്ടോ ഉള്ളോ? എന്ത് ശ്രീ ബാലകൃഷ്ണൻ വടകര, അങ്ങ് പറയുന്നതൊക്കെ പൊതുനിരത്തിൽ അങ്ങേ ഇത് ആദ്യം തുടങ്ങിയത് നിങ്ങളല്ല. ആദ്യം തുടങ്ങിയത് CPM-കാരാണ്. അവരാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഇതാ ചാനലുകളെല്ലാം ഞങ്ങൾക്കെതിരാണ്. നിങ്ങളിപ്പോൾ അത് കേട്ട് ആ പടിയിലേക്ക് നിങ്ങളും കടക്കുകയാണ്. മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരാണ്, മാധ്യമങ്ങൾ നിങ്ങൾക്കെതിരാണ്. വിമർശനങ്ങൾ ഉണ്ടാകും. വിമർശനങ്ങൾ സഹിച്ചിട്ടാണല്ലോ എല്ലാവരും വരുന്നത്. അപ്പൊ ചിലത് മാറ്റും, ചിലത് അതേപോലെ തുടരും. അങ്ങനെയാണ് അത്. ആ വിഷയത്തിൽ അങ്ങനെ പോകുക എന്നുള്ളതാണ്. അല്ലാതെ അങ്ങക്ക് എന്താ ധരിക്കുന്നത്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുഴുവൻ അവദാനം പാടിക്കൊണ്ട് നടക്കാൻ ഇവിടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉണ്ടാകും എന്ന് എന്തെങ്കിലും തെറ്റിദ്ധാരണ അങ്ങക്കുണ്ടോ? വിമർശനാത്മകമായി തന്നെ അതിനെ സമീപിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ ഇത് വലിയ എല്ലാ ശത്രുക്കളാക്കി. അപ്പൊ നിങ്ങളുടെ ആശയം പറയാത്തവരെല്ലാം നിങ്ങളുടെ ശത്രുക്കൾ, അവരാരും രാജ്യത്തിന്റെ വിരോധികൾ, അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്ന വിനീതമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ അല്ലേ? ഞാൻ പോയിന്റ് പൂർത്തിയാക്കിയല്ലേ സാറിന് അതെനിക്ക് പറയാൻ വിടണ്ടേ സാർ? ആ പറഞ്ഞോന്നേ, അങ്ങക്ക് എത്ര സമയമുണ്ട്? അങ്ങ് പറയുന്ന ഓരോ വാക്കും അഭിപ്രായ വ്യത്യാസമുള്ളത് വസ്തുതാ വിരുദ്ധമാണെന്ന്. ഞങ്ങൾ പറയുന്നത് ചാനലിനെതിരായിട്ടുള്ള ഞാൻ ഇവിടുത്തെ സ്വാഭാവിക സംഭവങ്ങൾ പറഞ്ഞു. ആ സ്വാഭാവിക സംഭവം ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങന്റെ കണ്ടെത്തൽ തെറ്റാണ്. ഞാനത് പൂർത്തീകരിച്ചത് കൊണ്ടാ പറയുന്നത് തെറ്റാണെന്ന്. അത് കേട്ടത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത് തെറ്റാണെന്ന്. ഒരു സെക്കൻഡ് അനുവദിക്കൂ. അനുവദിച്ചു. അങ്ങക്ക് ഇത് ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് സർ. പറയൂ, കേൾക്കട്ടെ. ഹലോ, 89 വർഷവും 59 വർഷം അങ്ങയെ വേട്ടയാടി എന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങയെ വേട്ടയാടുകയാണോ രാജ്യത്തെ ചാനലുകൾ ചെയ്തിട്ടുള്ളത്? ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ഇതൊന്നും ഭയമില്ല എന്ന് പറയുന്ന നിങ്ങൾ ഭയക്കാൻ ആര് പറഞ്ഞു? നിങ്ങളോട് ഭയക്കണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞോ ഇതാ ഞങ്ങൾ വരുന്നു, ഞങ്ങളെ ഭയന്നോളൂ പറഞ്ഞോ? ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയാണ് കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആര്? മാധ്യമങ്ങളോ? ഇത് അങ്ങ് ഈ തമാശയായിട്ട് ഇതാ പറയുകയാണോ? അത് അങ്ങ് സീരിയസ് ആയിട്ട് ഇത് പറയുകയാണോ? കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ ഇത് റിമോട്ട് ഓഫ് ചെയ്താൽ തീരുന്നതല്ലേ ഉള്ളൂ ഈ ഭയപ്പെടുത്തൽ. ഹൈന്ദവ സംഘടനകൾ എന്തോ വർഗീയവാദികളാണ്, ഭീകരമായ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളൊക്കെ പരത്തുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞോ?
ഇപ്പൊ രാജ്യത്തൊട്ടാകെ എന്റെ ഈ ബാലകൃഷ്ണൻ വടകര അത് ഒരു രാഷ്ട്രീയ ഇത് അങ്ങ് എത്ര തർക്കിച്ചാലും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ കാര്യമുണ്ട്. ഓരോ രാഷ്ട്രീയത്തിനും ഓരോ രാഷ്ട്രീയത്തെ അല്ല, അങ്ങ് ഇത് എന്തിനാണ് ബഹളം വെക്കുന്നത്? ശാന്തമായിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങ് പറയുന്നത് പോലെ അങ്ങയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ചാനലുകളുണ്ട്. അങ്ങയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരുണ്ട്, അങ്ങയുടെ രാഷ്ട്രത്തെ രണ്ടും മിക്സായി കൊടുക്കുന്നവരും ഉണ്ട്. ഇതില്ലെന്ന് അങ്ങക്ക് പറയാൻ പറ്റില്ല. അങ്ങക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല. കേരളത്തിലെ ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമല്ലേ അത്. ഓരോ പാർട്ടിക്കും അങ്ങനെയുണ്ട്. ഇനിയിപ്പോ ഞാൻ അതിന്റെ പേരും കൂടി പറഞ്ഞു തരണോ? ഒരൊറ്റ സെക്കൻഡ് ഞാൻ സാറിന് കീഴടങ്ങുന്നു. ഒരു സെക്കൻഡ് കീഴടങ്ങരുത്. കീഴടങ്ങിയാൽ കഴിഞ്ഞു. കീഴടങ്ങാൻ സമ്മതിക്കും. ഒരു സെക്കൻഡ്. ഇപ്പൊ തന്നെ തുടരെ ഭാരതീയ ജനതാ പാർട്ടി 3 പ്രാവശ്യം അധികാരം, 55 വർഷം കോൺഗ്രസോട് ഭരിച്ചത്. വോട്ടിംഗ് തിരിമറിച്ചോ ഒരു പ്രശ്നവും. ഇപ്പൊ നോക്കും വോട്ടിൽ ഇന്നലെ ഒരാൾ അതാരെ മാധ്യമങ്ങളാണ് ഉന്നയിച്ചത്? നിങ്ങൾ പ്രതിപക്ഷ നേതാവല്ലേ ഉന്നയിച്ചത്? പ്രതിപക്ഷ നേതാവ് വാർത്ത വെച്ചാൽ കൊടുക്കണ്ടേ? പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ അത് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്താ നിങ്ങൾ അതിനെ പറ്റി പറയുന്നത്? അന്വേഷണം വരട്ടെ, ഞങ്ങൾക്ക് അതിനൊന്നും ആ വാർത്താ സമ്മേളനം കൊടുക്കണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്ത് മാധ്യമം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അവതാര കഥകൾ മാത്രം പാടുകയും മാധ്യമങ്ങളെ പറ്റി ഞങ്ങൾ ധരിച്ചില്ല. ഇന്നലെ ഒരു പ്രേക്ഷകൻ ന്യൂസ് എയ്റ്റിൽ പ്രതികരിച്ചു. അച്ഛന്റെ പേര് കാളയോ പശുവോ, അമ്മയോ പശു, കാള അച്ഛനോ പശു അമ്മയോ, ആ പ്രേക്ഷകന്റെ സംസ്കാരം അതായിരിക്കും. അതിനത്രേ പറയാനുള്ളൂ. അതാ പ്രേക്ഷകന്റെ കാര്യമില്ല. ഞാനിപ്പോ നമ്മൾ അതിനെ കുറിച്ചല്ലോ ചർച്ച ചെയ്യുന്നത്. അങ്ങ് കാട് കയറി പ്രതികരിച്ചത് താങ്കളുടെ ചാനലിലാണ് പ്രതികരിച്ചത്. വോട്ടിംഗ് ലിസ്റ്റിൽ അച്ഛന്റെ പേരില്ലാണ്. അച്ഛന്റെ പേരില്ല എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയല്ലേ? അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റും. രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞത് വിവരവും ഇല്ലാത്തൊരു പ്രേക്ഷകൻ. അയാൾ അച്ഛൻ ഒരുവച്ച കാളയോ പശു ആയിരിക്കാം. അതൊക്കെ നിങ്ങൾ വ്യക്തികളെ മുഴുവൻ എനിക്ക് തിരുത്താൻ പറ്റില്ല. ആ തർക്കത്തിൽ എനിക്ക് പോകാനും താല്പര്യമില്ല. ഞാൻ അല്ലല്ല അങ്ങ് ഇത് വഴിമാറ്റി കൊണ്ടുപോയി ഗോൾ പോസ്റ്റ് മാറ്റണ്ട. അങ്ങ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് ഇങ്ങനെ വോട്ട് തട്ടിപ്പ് നടന്നു എന്ന കാര്യം പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങളുടെ അതിൽ മറുഭാഗം പറയുന്നതും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ച ഒരു മന്ത്രി രാജിവെച്ച കാര്യം നിങ്ങൾ ന്യൂസ് 18 ടെലിവിഷനിലൂടെ അറിഞ്ഞോ? അപ്പൊ നിങ്ങളെ പിന്താങ്ങിയതാണോ അത് ഞങ്ങൾ ചെയ്തത്? അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ്. അങ്ങനെയല്ല, ആ വാർത്തകൾ വസ്തുതാപരമായി നിങ്ങൾക്ക് നൽകുന്നു, അത്രേ ഉള്ളൂ. ഒരു പോളിംഗ് ബൂത്തിൽ ഒരു വോട്ടർ കയറിപ്പോയാൽ ഞാൻ മനസ്സിലാക്കിയത് എന്റെ പരിമിത അറിവ്. അല്ല അങ്ങ് അതാ എന്റെ പൊന്ന് ഈ ബാലകൃഷ്ണൻ ഇതെന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഞങ്ങളാണോ അത് ഉന്നയിച്ചത്? അങ്ങ് തന്നെ തിരുത്താൻ നോക്കുന്ന എന്തിന്? താങ്കളെ തിരുത്തുന്നല്ല, മേച്ചമായി പ്രതികരിക്കുന്ന മേച്ചമായി പ്രതികരിച്ച ആളുകളോട് നമുക്ക് പറയാം അത് നല്ല രീതിയിൽ പ്രതികരിക്കാൻ. അല്ല, അത് ഇതുമായിട്ട് തർക്കിക്കാൻ പറ്റില്ല ബാലകൃഷ്ണൻ. ആളുകൾ അങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. അല്ല, എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ല. ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഏതോ ഒരാൾ പേരറിയാത്ത നാളറിയാത്ത ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ അങ്ങനെ അല്ലെന്ന് എന്തൊരു ആർഗ്യുമെന്റ് ആണ്? ഒരു ടെലിവിഷൻ ആർഗ്യുമെന്റ് ടെലികാസ്റ്റിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സമയത്ത് ഇങ്ങനെ ബാലിശമായ ഒരു ആർഗ്യുമെന്റുമായി നിങ്ങൾ വരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് ആരോ എന്തോ പറഞ്ഞു. ആര് പറഞ്ഞു? വേദനാജനകമായിപ്പോ ഞാൻ പ്രതികരിച്ച ശേഷം ഇന്നലെ എന്റെ ബാലകൃഷ്ണൻ ഇത് പറയുന്ന കാര്യം മനസ്സിലാകുന്നില്ലേ? അങ്ങക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നില്ലേ? ഏതോ ഒരാൾ പ്രതികരിച്ചതിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? ഇത് ന്യൂസ് 18 ചാനലിലാണ് പ്രതികരിച്ചപ്പോ അങ്ങ് പ്രതികരിക്കുന്നില്ലേ? അങ്ങ് കോൺഗ്രസിനെ എന്തൊക്കെ ചീത്ത വിളിക്കുന്നു? അങ്ങ് കോൺഗ്രസിനെ എന്തൊക്കെ ചീത്ത വിളിക്കുന്നു? അന്ന് CPM എന്തൊക്കെ ചീത്ത വിളിക്കുന്നു? അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് അങ്ങ് മാറ്റണം എന്ന് പറയാൻ പറ്റും എനിക്ക്? അത് അങ്ങയുടെ രാഷ്ട്രീയം, മറ്റേ ആൾക്ക് അയാളുടെ രാഷ്ട്രീയം. അല്ല, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ബാലകൃഷ്ണൻ വടകര ഈ തർക്കിക്കുന്ന പോയിന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. അല്ല, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ശ്രീ ബാലകൃഷ്ണൻ വടകര പറയുന്നത്? അല്ല, അങ്ങെന്തൊക്കെ പറയുന്നു? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങ് മറുപടി പറയൂ. അങ്ങ് രാഷ്ട്രീയ വിരോധികളോട് എന്തൊക്കെ അങ്ങ് വിമർശിക്കാറില്ലേ? വിമർശിക്കാറുണ്ട്. അതേപോലെ മറ്റുള്ളവർ വിമർശിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയാം, വിമർശിക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം കിട്ടിയ ഒരു അധികാരമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അത് മറ്റുള്ളവർ വിമർശിക്കും, കുറച്ച് അത് സഹിക്കാന്നേ. അതൊക്കെ ഒരു സഹിഷ്ണുതയാണ്. അതിനെയാണ് രാഷ്ട്രീയ സഹിഷ്ണുത എന്ന് പറയാം. അങ്ങനെ സഹിഷ്ണുത ഇല്ലാത്ത ഒരാളാകരുത് ബാലകൃഷ്ണൻ എന്നാണ് എനിക്കും പറയാനുള്ളത്. ബാലകൃഷ്ണൻ അല്ല, ഇതേപോലെ ഏത് പാർട്ടിക്കാരായാലും ഞങ്ങളുടെ അവതാര കഥകൾ ഇങ്ങനെ പാടിക്കോളൂ, അത് കേട്ട് ഞങ്ങൾ കോൾമേർ കൊണ്ടിരുന്നോളാം എന്ന് കരുതുന്ന രാഷ്ട്രീയ കസേരകളോട് തന്നെ ഈ ചോദ്യങ്ങൾ ഉണ്ടാകും. അവർക്ക് ഈ അസഹിഷ്ണുത ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് വിലവെക്കാനേ പോകുന്നില്ല. പ്രസന്നൻ മാളയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഓക്കെ, ഇത്രയും സമയം പോരെ അങ്ങേക്ക് വിശദീകരിക്കാൻ. ഓക്കെ, പ്രസന്നൻ. നമസ്കാരം സാർ. നമസ്കാരം. എന്തായാലും ചൂട് പിടിച്ച ചർച്ചയായിരുന്നു. ബാലകൃഷ്ണൻ വടകര എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നപ്പോൾ തിരുത്തുക എന്നുള്ളത് ഏറ്റവും കൂടി ഒരു ആവശ്യമായി. 15 മിനിറ്റായി. ശരി, ഞാൻ ഒരു അയ്യപ്പ ഭക്തനാണ്. ശബരിമലയിലും പമ്പയിലും ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അത് ഗൾഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമുള്ള കാര്യം പറഞ്ഞത് ജോലി ചെയ്തെന്ന് പറയുന്നത്.
അപ്പോൾ അവിടുത്തെ പ്രധാന കാര്യം എനിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രിയോടും ദേവസ്വം പ്രസിഡന്റിനോടും വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ശബരിമലയ്ക്ക് പ്രശസ്തിയൊക്കെ ഇപ്പൊ അത്യാവശ്യമുണ്ട്. അവിടെ ഇല്ലാത്തത് ഈ വരുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം സഫീഷ്യന്റ് ആയിട്ടില്ല. കഴിഞ്ഞ മാസം ഞാൻ ശബരിമലയ്ക്ക് പോയിരുന്നു. അതായത് ടോയ്ലറ്റ് ഒക്കെ കുറച്ചുണ്ട്. അത് വ്യക്തമാണ്. ശ്രീ പ്രസിഡന്റ് പറഞ്ഞ ആ കാര്യം കറക്റ്റാണ്. അതായത് തത്വമസി എന്ന ഈ തത്വം ആഗോളതലത്തിൽ ഓൾറെഡി ശ്രദ്ധേയമാണ് അല്ലേ? അത് അയ്യപ്പ സന്നിധാനത്തെ ആ മന്ത്രമാണ്, അതെല്ലാവർക്കും അറിയാം. അവിടെ വേണ്ടത് അവിടുത്തെ പശ്ചാത്തല സൗകര്യ വികസനവും അയ്യപ്പന്മാർക്ക് കൂടുതൽ സൗകര്യങ്ങളുമാണ് അല്ലേ? ഇപ്പൊ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് സാർ. ഈ ഒരു സൗകര്യം, അതായത് ടോയ്ലറ്റ് സൗകര്യം, അതായത് ഈ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അവിടെ ക്ലീൻ ചെയ്യാനും ആളും ഉണ്ട്. പക്ഷേ ഡോറില്ല, ഡോറുള്ളതിന് കുളത്തില്ല, കുളത്തുള്ളതിന് ബക്കറ്റില്ല. ഈ ഒരു അവസ്ഥ. കഴിഞ്ഞ മാസം ഞാൻ ശബരിമലയ്ക്ക് പോയിരുന്നു. ഞാൻ വട്ടങ്ങിറങ്ങി നടക്കാത്ത സംഖ്യയൊക്കെ പരിചയമുണ്ട്. ഞാൻ ശബരിമലയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എവിടെയൊക്കെ ടോയ്ലറ്റ് ഉണ്ടെന്ന് അത്യാവശ്യമൊക്കെ എനിക്കറിയാം. പക്ഷേ സൗകര്യമുള്ള ഡോറ് ലോക്കുള്ളതില്ല, കുറ്റിയുള്ളതില്ല. കുറ്റിയും ലോക്കും ഉണ്ടെങ്കിൽ വെള്ളമുണ്ട്, ഈ ബക്കറ്റില്ല. ഈ ഒരു അവസ്ഥയാണ്. എനിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രിയോടും പ്രസിഡന്റിനോടും പിന്നെ 1,900 ഓഫീസർമാർ അവിടെ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ പല പേരുകളില്. പക്ഷേ ഇപ്പൊ അത്യാവശ്യം കാലകാലങ്ങളിൽ സർക്കാരുകൾ പൈസ ചെലവാക്കിയിട്ടുണ്ട്. അത്യാവശ്യ വികസന പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് നല്ല കാര്യം, അവർ അഭിനന്ദിക്കുന്നു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൂടി ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. ശബരിമലയ്ക്ക് ആവശ്യത്തിനുള്ള പ്രശസ്തിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്ത് ഉള്ള പ്രശസ്തി അലങ്കോലാക്കാതെ നോക്കാനും കൂടിയുള്ള ഒരു ബാധ്യത സർക്കാർ കാണിക്കണം എന്ന ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. യെസ്, അത് വളരെ 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 കൃത്യമായൊരു പോയിന്റാണ്. ശ്രീ പ്രസിഡന്റ് വളരെ ഒരു അയ്യപ്പ ഭക്തനും കൂടിയാണ്. അപ്പോൾ ഇതാണ് സർക്കാർ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണ്. കാരണം ഈ തത്വമസി എന്ന ഈ മന്ത്രത്തിൻ്റെ പ്രസക്തി ആഗോളതലത്തിൽ എടുത്തു കാണിക്കാനാണ് ഈ സംഗമം വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ആ മന്ത്രത്തിൻ്റെ പ്രസക്തി ആഗോളതലത്തിൽ ഇപ്പോൾ നേരത്തെ തന്നെ അറിവായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ളൊരു ശ്രമം ആളുകളിൽ നിന്ന് വേണം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക. ഓക്കെ, നമസ്കാരം മനു, സുഖമാണോ എന്ന് എന്നോട് ഷിജു ചോദിക്കുന്നു. സുഖമാണ്, ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഓൾസോ എന്ന് പറയുന്നത്. ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ ബഹളം വെച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓവർവെല്ലിംഗ് ഇൻട്രസ്റ്റ് ഓൺ ദിസ് സബ്ജക്ട്സ് ആർ ഫ്രം സുദൂസ്. സോ ദ പർപ്പസ് ഇസ് വെരി ക്ലിയർ ടു ഇൻസൾട്ട് ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് എന്നാണ് ശിവദാസ് മെൻ പറയുന്നത്. അപ്പോൾ ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് തകർക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിമർശനം ശിവദാസൻ ഉന്നയിക്കുന്നു. നത്തിങ് എൽസ് എന്ന് അദ്ദേഹം പറയുന്നു. എന്തോ ധർമ്മശാല ലൈവ് കാണിക്കാത്തത് നിങ്ങൾ ഉപേക്ഷിച്ചു വന്നു, എനിക്കത് മനസ്സിലായില്ല. ഓക്കെ, ധർമ്മശാല ലൈവ് കാണിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുമെന്നൊന്നു. അത് അവിടെ ഇപ്പോൾ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ വന്നു. നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്കും കടക്കാനൊക്കെ പലതരത്തിലുള്ള പരിമിതികൾ പോലീസ് ഏർപ്പെടുത്തി. ചില അന്വേഷണങ്ങൾ രഹസ്യാത്മകമായാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയാണ്. നമ്മളിപ്പോൾ അന്വേഷണവുമായിട്ട് സഹകരിക്കണം അല്ലോ. അപ്പോൾ അല്ലാതെ ബാസിൽ എൽദോസ്, നമുക്ക് അന്വേഷണത്തിന് അവിടെ നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ ഇടിച്ചു കയറി ഇത് കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ നമുക്ക് കുറേയൊക്കെ അനുസരിക്കണം. അവരുടെ ആ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം. അവർ തരും. ഇപ്പോൾ പല വാർത്തകളും അവർ പുറത്തു വിടുന്നില്ല. ആ പുറത്ത് വിടുന്ന ഘട്ടത്തിൽ അതെല്ലാം നമ്മൾ കിട്ടുന്നുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ന്യൂസ് 18 ഏറ്റവും അധികം അവിടെ കൃത്യമായ വാർത്തകൾ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ധർമ്മശാലയിൽ മണ്ണെടുക്കുന്നത് 13 സ്ഥലത്തെ മണ്ണെടുത്ത് JCB ഉപയോഗിച്ച് ലൈവ് കന്നഡ TV കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു പഴയ വിഷ്വൽസ് ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത്. ഓക്കെ, നോബഡി ഗേവ് ഫുൾ അതോറിറ്റി ഓഫ് ഹിന്ദുയിസം ടു എനി പൊളിറ്റിക്കൽ പാർട്ടി. ആപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ഫോർ RSS ആൻഡ് ബാലകൃഷ്ണൻ വടകര എന്ന് ഷിജു പറയുന്നു. ഓക്കെ, കിഷോർ കോന്നി പറയുന്നു ഹായ് മനു എന്ന് പറയുന്നു. ഹായ് കിഷോർ കോന്നി. അപ്പോൾ മിനി ടീച്ചർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മിനി ടീച്ചർക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഗുഡ് ഈവനിങ് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. മിനി ടീച്ചറെ അങ്ങോട്ട് വിളിക്കാൻ ടീച്ചറുടെ നമ്പർ കിട്ടി, ഞാൻ അങ്ങോട്ട് വിളിപ്പിക്കാം ഒരു ദിവസം. ഓക്കെ, സുനിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. മോഹൻ യെസ് പറയുന്നു. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറയുന്നു. VC തോമസ് പറയുന്നു ബാലകൃഷ്ണനെതിരാണ് കേട്ടോ, എന്നെയാണ് പിന്തുണയ്ക്കുന്നത്. ഓക്കെ, ഹായ് മനു നമസ്കാരം എന്ന് അരുന്ധതി പറയുന്നു. അപ്പോൾ ഗോളാന്തരം ഒക്കെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ചേർന്നിട്ടുണ്ട്. അപ്പോൾ പീതാംബരൻ പള്ളുരുത്തിയിൽ നിന്ന്, ശ്രീ പീതാംബരൻ. ഹലോ. ശ്രീ പീതാംബരൻ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് 3000-ഓളം അയ്യപ്പ ഭക്തർ അവിടെ എത്തിയാൽ ശബരിമലയ്ക്ക് അതൊരു നേട്ടമാകും എന്ന് അല്ലേ കരുതേണ്ടത്? അതോ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വഴിതിരിയും എന്ന ഭീതിക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അല്ല, ഇവിടെ ആളെത്തുന്നത്
അത് നല്ലത് തന്നെയല്ലേ? ആളുകളുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. ആളുകളുടെ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈശ്വരവിശ്വാസത്തിൽ ജീവിച്ചു പോയിരുന്നത്. അപ്പോ അവിടെ ഇപ്പൊ ഒരു സ്ഥലത്തെല്ലാം ജാതി മതഭേദമന്യേ എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലം ആണ് ഈ സാധനം ശബരിമല എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പവിത്രമായി കാണേണ്ട ഒരു സ്ഥലമാണ്. അതിനൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഒരു സർക്കാർ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. സർക്കാർ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരും വിശ്വാസികളാണ്. അവർക്ക് അന്ധവിശ്വാസമില്ലെന്നേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ നമ്മൾ തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന്. ഒരാൾക്ക് കുത്തകമെന്ന് എഴുതി കൊടുത്തിട്ടുള്ളതല്ല അവിടെ ശബരിമല എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അത് അങ്ങനെ ഒരു സാധനം ഇവിടെ വരുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു വിശ്വാസിയാണ്. അപ്പൊ ശ്രീ പീതാംബരൻ, ഇത് കുമ്മനം കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് ക്രൈസ്തവ മുസ്ലിം വിശ്വാസികളെയൊക്കെ ഇതുപോലെ അവരുടെ ആരാധനാലയത്തിൽ ഒരു ആഗോള സംഗമം വിളിച്ചു കൂട്ടുമോ ഈ സർക്കാർ എന്നാണ്. അപ്പൊ അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ആലോചിക്കാവുന്ന പ്രശ്നമാണ്. സർക്കാരിന് അത് മുൻകൈ എടുക്കാം. സർക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണേണ്ടതാണ് സർക്കാരെന്ന് ഉദ്ദേശിക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രതീഷ് എറണാകുളത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രതീഷ്, കുമ്മനം രാജശേഖരൻ പറയുന്ന ഒരു മതേതര സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്ന് പറയുന്നു. അങ്ങനെയുണ്ടോ രതീഷ്? അങ്ങനെയില്ല. രതീഷ് പെട്ടമലയാണ് കേട്ടോ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയില്ല. ആഗോള അയ്യപ്പ സംഭവമൊക്കെ നടത്താൻ തോന്നിയതിൽ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിനകത്ത് ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് പറഞ്ഞു, ആക്ടിവിസ്റ്റുകൾ വന്നോട്ടെ, അവർ പമ്പ വരും എന്ന് പറഞ്ഞു, വന്നോട്ടെ, അതിനിപ്പോ ആർക്കും തടസ്സമില്ല. അതൊക്കെ വരുമ്പോ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഹിന്ദു സംഘടനകളുണ്ടല്ലോ. ഹിന്ദു ഐക്യവേദി വരെയുള്ള സംഘടനകൾ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളോ ആചാര ലംഘനങ്ങളോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ നോക്കാൻ ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അത് തൽക്കാലം ഭയപ്പെടേണ്ട. പക്ഷേ ഹിന്ദു ഐക്യവേദി എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? നടത്താൻ കാണിച്ചാൽ വളരെ നന്ദിയുണ്ട്. കാരണം ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങളല്ലേ. ഇതൊക്കെ നടത്താൻ LDF സർക്കാരിന് കഴിയുമോന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട്, ഈ ബാലകൃഷ്ണൻ വടകര എന്ന് പറയുന്ന ആള് വിളിച്ചായിരുന്നോ? എനിക്ക് ആളറിയില്ല, വ്യക്തിപരമായിട്ടൊരു ഇതുമില്ല. അയാളുടെ ആണോ ചാനലെന്ന് എനിക്ക് തോന്നിപ്പോയി സാറേ. എന്താണിത്? അല്ല, അത് ബാലകൃഷ്ണൻ വടകരയെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഉപേക്ഷിക്കാനല്ല ഞാൻ പറഞ്ഞു. എത്ര മിനിറ്റ് ആണ്, എന്തോ ഒരു സമയമാണ്. അതായിക്കോട്ടെ, പക്ഷെ അത് നമ്മുടെ പൊതുവേദിയുടെ ഒരു 3 മിനിറ്റ് തന്നാൽ മതി ഞങ്ങൾക്കൊക്കെ. അല്ല, ചില ദിവസങ്ങൾ എന്താന്ന് വെച്ചാൽ ഈ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ബാലകൃഷ്ണൻ വടകര. അപ്പൊ അദ്ദേഹം ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിയാൽ നമുക്കത് തിരുത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. ശ്രീ രതീഷിന് ഒരു തെറ്റിദ്ധാരണ എന്റെ മേലെ ഉണ്ടെങ്കിൽ 3 മിനിറ്റ് എനിക്ക് തന്നാൽ മതി. 2 മിനിറ്റ് അല്ല, അതല്ല പെട്ടമല എന്നാണ് എഴുതേണ്ടത്. അതൊക്കെ തെറ്റിച്ചെഴുതി. നേരത്തെ പൊട്ടമല എന്ന് എഴുതിയത്. ഏതാണ് തെറ്റിച്ചെഴുതിക്കണേ? പെട്ടമല എന്നുള്ളത് കട്ടപ്പന എഴുതിയില്ലേ? കട്ടമലയാണ്. പെട്ടമല മുട്ടക്കട പഞ്ചായത്താണ്. അത് ശരി. ഇലക്ഷനും കൂടി വരാൻ പോവല്ലേ, അപ്പൊ കൃത്യമായിട്ട് പേര് കാണിച്ചാലല്ലേ. കട്ടമല. ബാലകൃഷ്ണൻ വടകരൊക്കെ എത്രയും നേരം തെളിഞ്ഞു നിൽക്കുന്നു. ഒന്നും പറയുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയണമില്ല. ആ ആള് പറയണത് ഒട്ടും മനസ്സിലാവണില്ല. എന്തൊക്കെയാ പറയണത്? രതീഷ്, അതിൽ എന്താന്ന് വെച്ചാല് ഇപ്പൊ അങ്ങ് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പൊ അങ്ങക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി തിരുത്താനുള്ള ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ശരി, വ്യക്തമാണ്. ശരി, യെസ്. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നമ്മളോടൊപ്പം ചേരും. ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്. നമസ്കാരം. ഇവിടെ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു അയ്യപ്പ ഭക്തസംഗമമൊക്കെ സംഘടിപ്പിക്കാൻ സർക്കാർ, ദേവസ്വം ബോർഡും സർക്കാരും എല്ലാം തീരുമാനിക്കുകയാണ്. അപ്പോൾ ഒരു 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 സംശയം ഇപ്പോൾ തന്നെ സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നു. ഇതൊരു പബ്ലിസിറ്റിയാണ്. ഇവിടെ അയ്യപ്പന്റെ പേരിൽ ഒരു പബ്ലിസിറ്റി ഇവര് കൊടുത്ത് തന്നെ ഇവിടെ പിന്നെ ലോകം മൊത്തം അറിയണമെന്നില്ല. അയ്യപ്പനെ ഈ ലോകം മുഴുവനും അറിയാം. ഈ പിന്നെ ആ പബ്ലിസിറ്റി കൂടെ ഒരു വരുമാനം കൂട്ടുക എന്നുള്ള ലക്ഷ്യമാണ്. അല്ലാതെ ഇവർക്ക് എന്ത് വിശ്വാസം, ഇവർക്ക് അങ്ങനെ വല്ലതുണ്ട്? പിന്നെ രഹസ്യമായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നേതാക്കന്മാർക്ക് മാത്രം അവരുടെ ഉപജീവനത്തിന്റെ ഭാഗമായിട്ട് വിശ്വാസം ഇല്ലാതെ ഉള്ളു. ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ പോകുന്ന ഒരുപാട് പേരെ എനിക്കും അറിയാം. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ ഇത് വരുമാനം ഉദ്ദേശിച്ച് തന്നെയാണ്. അല്ലാതെ അയ്യപ്പനെ പിന്നെ പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി എവരാരും ഇറങ്ങണ്ട. പിന്നെ ഇതാണ് ഇതിന്റെ സംഭവം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ചെറിയൊരു കാര്യം പെട്ടെന്ന് നിർത്താം. ഒരുപാട് പേര് ഉണ്ടെന്നറിയാം. പണ്ട് എന്റെ ഒരു അമ്മാവിന്റെ അടുത്തൊരു മോശമായിട്ടൊരു വാക്ക് പറഞ്ഞതിന് പുള്ളി എന്നെ പിന്നെ ധാരാളം ഒരുപാട് തല്ലിയിട്ട് ആ വിഷമം മാറാൻ വേണ്ടി കൊണ്ടുവന്ന് വയറ് വീക്ക ചായ മാറ്റിയെന്ന് കാപ്പി
അതുപോലെയാണ് വടകരയായും താങ്കളുമായിട്ടുള്ള ഇത്രയും നേരത്തെ ഒരു യുദ്ധം. അദ്ദേഹത്തിനെടുത്തിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് പറയണ അങ്ങനെ എനിക്ക് വലിയ പ്രേമമാണ്, എനിക്ക് കളയാൻ പറ്റില്ലെന്ന്. പുള്ളിക്കാരനെ നാക്കെടുക്കാൻ പോലും സമ്മതിച്ചിട്ടില്ലെന്ന് മനസ്സിലായിക്കൊള്ളണം. മനസ്സിലായില്ലേ? എനിക്ക് എപ്പോഴും ഓർമ്മ വന്ന മരിച്ചുപോയ എന്റെ മാവനെയാണ്. പുള്ളിയുടെ അടുത്ത് മോശമായിട്ട് പറഞ്ഞത് എന്നെ അടിയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അടിച്ചിട്ട് അവസാനം കൊണ്ടുവന്ന് വയറ് വീക്ക ചായ മാറ്റി വന്ന് എന്റെ പണക്കം എല്ലാം തീർന്ന്. ഇപ്പൊ കേട്ടോണ്ടിരിക്കണ നമ്മളെ ബാലകൃഷ്ണന് ബോധ്യമായി കാണും. നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമായോണ്ടായിരിക്കും ഈ പറഞ്ഞത്. പ്രശ്നം അവിടെ തീർന്ന്. പിന്നെ നമ്മളെ ഈ വിഷയത്തിൽ വന്ന ഈ ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കാട് നമ്മളെ ഇത്തരം പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചില തന്ത്രങ്ങളൊക്കെ അതില്ല. അപ്പൊ അതിങ്ങനെ അങ്ങ് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നിങ്ങള് പുള്ളിക്കാരനായിട്ടുള്ള സംഭാഷണം ഞാൻ എന്റെ ടിവിയിലെ ഫുൾ വാളിയം നല്ല വാളിയത്തിൽ ഞാൻ വെച്ച് അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്ന എന്റെ ഭാര്യയ്ക്കും അപ്പുറത്തുള്ള എന്റെ ചേച്ചിക്ക് കേൾപ്പിച്ചു കൊടുത്തേ ഈ ഉടക്ക് കേൾക്കാൻ വേണ്ടി. അവര് ഇങ്ങനെയുള്ള അവർക്ക് ഏറ്റവും കൂടുതൽ അവര് മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവര് ഈ ഉടക്ക് നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവര് ശ്രദ്ധിക്കുന്നത് ഇതെന്താണ് വിഷയമൊന്നും, ഇത് ആരുടെയാണ് തകർക്കുന്നത് എന്നൊക്കെ വിഷയിക്കുന്നത്. ഇല്ലെങ്കിൽ അവരൊന്നും അങ്ങനെ പെട്ടെന്ന് ഞാൻ മാത്രമേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ ഉടക്ക് നടക്കുന്നുണ്ട് ഇടയ്ക്ക് നോക്കിയൊക്കെ ഇത് വേണം. എങ്കിൽ ഇതിനൊരു എന്താ പറയണത്, ഈ 2020 ക്രിക്കറ്റിൽ അവസാനത്തെ ലാസ്റ്റ് 2, 3, 5 ഓവറൊക്കെ അടിച്ച് കയറുന്നത് പോലെ ഇതുപോലൊരു ബാലകൃഷ്ണൻ ഒരു ലാസ്റ്റ് 5 ഓവറായിട്ട് വരട്ടെ, നമുക്ക് നോക്കാന്നുള്ളേ ഉള്ളു. പിന്നെ നമ്മളെ തിരുവനന്തപുരത്തുകാരൻ ദീപുവിന്റെ ഒക്കെ അഭിപ്രായം ഇതിൽ ചോദിക്കണം. സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത്. അപ്പൊ നമ്മുടെ ബിനോയ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, ഈ യുവതീ പ്രവേശം വന്ന സമയത്ത് അത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. 2018 സെപ്റ്റംബർ 29 വിധി വരികയും പിന്നീട് അങ്ങോട്ടുണ്ടായ ആ പ്രക്ഷോഭത്തിൻ്റെ നാളുകളും ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഇപ്പോൾ ഈ സർക്കാർ ഇങ്ങനെ പുതിയ ഒരു സംഗമം പദ്ധതിയിടുമ്പോൾ അതിൽ പൂർണ്ണമായ പിന്തുണ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കിട്ടും എന്ന് കരുതാനാകുമോ? എല്ലാ വിഭാഗങ്ങളിൽ നിന്നും കിട്ടും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹൈന്ദവ മതവിശ്വാസികളിൽ നിന്നും കിട്ടാൻ സാധ്യതയില്ല. അവർക്ക് വരുമാനത്തിന്റെ ഒരു മാർഗത്തിന് വേണ്ടി മാത്രം അയ്യപ്പനെ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം അയ്യപ്പന്റെ ആഗോള സംഗമം നടത്തുവാൻ ഇവര് ആഗോളമായി പറഞ്ഞിട്ട് അയ്യപ്പനെ ആരും അറിയേണ്ടുള്ള ആളൊന്നുമല്ല. അയ്യപ്പൻ അത്രത്തോളം ലോകത്തുള്ള എവിടെ ഒരു ഹൈന്ദവനുണ്ടോ, എവിടെ ഒരു മതവിശ്വാസിയുണ്ടോ, ഹൈന്ദവന മതവിശ്വാസിയുണ്ടോ, അയ്യപ്പന്റെ കഴിവ് എന്താണെന്നറിയാം. പക്ഷെ ഈ ഗവൺമെന്റ് കുറച്ച് 2-3 ദിവസത്തിന് മുമ്പ് പറയുന്നു അവര് മദ്യത്തിനും ഇതിനും സൂപ്പർ മാർക്കറ്റ് ഓൺലൈൻ വഴിയൊക്കെ കൊടുക്കാൻ പോകുന്നു പറയുന്നു. തൊട്ടടുത്ത ദിവസം അവര് സാമ്പത്തികം കണ്ടെത്തുവാൻ അയ്യപ്പന്റെ പേര് കണ്ടെത്തുന്നു. അത്രയേ ഉള്ളൂ. അവര് മനു പറഞ്ഞ കണക്ക് തന്നെ 2019 ഒരുപാട് ശ്രമിച്ചു. അന്ന് ബിന്ദു, അമ്മിണി, കനകദുർഗ എന്നിവരെയൊക്കെ കൊണ്ടുവന്ന് കയറ്റാൻ ശ്രമിച്ച്, പിന്നെ രഹന ഫാത്തിമയെ പർദ്ദ ഇട്ടുകൊണ്ട് വന്ന് കയറ്റാൻ ശ്രമിച്ച്, ഇതെല്ലാം ശ്രമിച്ച് ഹൈന്ദവ സഹോദരന്മാരുടെ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത ഒരു ഗവൺമെന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതൊന്നും മതവിശ്വാസം ഉള്ളത് കൊണ്ടോ ഇവിടുത്തെ ഹൈന്ദവ സമൂഹങ്ങളോടോ മറ്റു സമുദായങ്ങളോടോ സ്നേഹമുള്ളത് കൊണ്ടല്ല. അവർക്ക് ഒന്ന് പൈസ സമ്പാദിക്കണം. രണ്ടാമത്തെ കാര്യം, അവർക്കിപ്പോൾ കേരളത്തിലുള്ള ജനങ്ങളോടൊന്ന് അറിയിക്കണം ഈ ഗവൺമെന്റ് മതവിശ്വാസങ്ങളെ അനുകൂലിക്കുന്നു എന്നാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞായിരുന്നു, അവർക്ക് മുസ്ലിം സമുദായത്തിന്റെ പേരിലോ ഹൈന്ദവ സമുദായത്തിന്റെ പേരിലോ ഒരു സംഗമം സംഘടിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഈ ഗവൺമെന്റിന് മനസ്സിലാകും പറയുന്ന ആളിന്റെ പ്രസ്താവന മാത്രമേ അവിടെ കാണത്തുള്ളൂ, പിന്നെ എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഈ സർക്കാർ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരുടെ അട്ടിപ്പേരവകാശം ഏറ്റെടുത്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമമൊന്നും നടത്തുവാൻ ഈ ഗവൺമെന്റിലെ വിശ്വാസമുള്ള ആരുമില്ല. പിന്നെ സർക്കാരിന് പൈസ കണ്ടെത്തുവാൻ ശബരിമലയിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ പൈസകൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വീണ്ടും പൈസ കണ്ടെത്തുവാൻ വേണ്ടി പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പുതിയ ഒരു ഐഡിയ, അല്ലാതെ ഹൈന്ദവ സമൂഹത്തിനോടോ ഇവിടെയുള്ള സമുദായങ്ങളോടോ ഉള്ള സ്നേഹമല്ല. വീണ്ടും ഞാൻ പറയുന്നു, ഈ ചർച്ച ന്യൂസ് 18 എടുത്തത് കാലഘട്ടത്തിന് അനിവാര്യമായ സാമൂഹികമായ ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു, പിണറായി വിജയൻ ചേട്ടന് എന്താ ശബരിമല, എന്താ അയ്യപ്പൻ? രഹന ഫാത്തിമയെയും സഹപ്രവർത്തകരെയും കൊണ്ടുവന്ന് കയറ്റാൻ ശ്രമിച്ചവർക്ക് കേരള സമൂഹം മാപ്പില്ല. അതാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ
കേരളത്തിലെ മതവിശ്വാസം, അത് ഹൈന്ദവ സഹോദരനല്ല, മുസ്ലിമും ക്രിസ്ത്യാനിയും ഹൈന്ദവനും പാഴ്സിയും എല്ലാം ഒറ്റക്കെട്ടായി നിന്നതാണ് ആ പാർലമെന്റിൽ 19 പോയത്. അതായിരുന്നു അന്നത്തെ വിഷയം. മനു, യെസ്, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ ഷാജി കണിയമ്പറമ്പിൽ എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. ശബരിമലയിൽ ഭക്തർ വരുന്നത് നല്ലത് തന്നെ, വരുമാനവും കൂടും, സർക്കാരിന് ഒരു പ്രയോജനവുമില്ല, ദേവസ്വത്തിന് അതിൻ്റെ ഗുണം, ബാലകൃഷ്ണനെ പോലുള്ളവർക്ക് എതിർപ്പാണ്. ഓക്കെ, ബാലകൃഷ്ണനോട് എതിർപ്പാണ്. ഓക്കെ, ശരി. ബിനോയ്ക്ക് ആരെ പിന്തുണയൊക്കെ കൊടുക്കുന്നുണ്ട്. കൃഷ്ണകുമാർ എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ കൃഷ്ണകുമാർ, സർക്കാരിൻ്റെ ലക്ഷ്യം ധനസമ്പാദനം മാത്രമാണെന്നാണ് ഇപ്പോൾ VHP ഒക്കെ ആരോപിക്കുന്നത്. അവിടെ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ യുവതികളെ ശബരിമലയിൽ എത്തിക്കുക, ഹെലികോപ്റ്റർ സർവീസ്, റോപ്പ് വേ, സാമ്പത്തിക താല്പര്യങ്ങൾ, അങ്ങനെയൊക്കെ ആണ് അതിൻ്റെ പുറകിലുള്ള ആലോചന. അതിനപ്പുറത്തേക്ക് ഇതിനോട് ഈ സംഗമത്തോട് യഥാർത്ഥമായ ഒരു മമതയില്ല, വിശ്വാസത്തോട് ഒരു യഥാർത്ഥമായ താല്പര്യമില്ല എന്ന ആക്ഷേപം VHP ഉന്നയിക്കുന്നത്. അത് എത്ര കണ്ട് ശരിയാണ് എന്നാണ് ശ്രീ കൃഷ്ണകുമാർ കരുതുന്നത്? ഇത് 100% ശരിയാണ്. ഇത് എവർക്ക് ഹൈന്ദവരിടുന്ന ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് ഈ ഇലക്ഷൻ ടൈമിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ മാത്രമാണ്. ഈ ആഗോള സംഗമം നടത്തിയിട്ട് സർക്കാരിന് പൈസ ഉണ്ടാക്കുക, അവർക്ക് കുറച്ച് കാശുണ്ടാക്കുക, അല്ലാതെ ഈ അയ്യപ്പനോടുള്ള ഒരു മമത കൊണ്ടും അല്ല ഇത് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഇവരുടെ ഈ തേർഡ് പാർട്ടികളെ വെച്ചിട്ടുള്ള സർവേ നടത്തിയിട്ട് എങ്ങനെയൊക്കെ മതവിശ്വാസികളെ ഇപ്പൊ ഈ ഇലക്ഷൻ കാലത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അയ്യപ്പനെ സേവിക്കാൻ വേണ്ടി ഇവരാരും ഇറങ്ങത്തുമില്ല. ഇവര് കാശിന് വേണ്ടി മാത്രമാണ്, ഈ ഹൈന്ദവർക്കുള്ള അയ്യപ്പനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ ഒരു ഉദ്ദേശം, അല്ലാതെ വേറൊന്നും ഇവരുടെ മനസ്സിലില്ല. ഓക്കെ, വ്യക്തമാണ്, യെസ്, കൃത്യമാണ്. അപ്പം എന്നോട് ഷാജി പറയുന്നത് മനുവിന് അറിയില്ലേ ശബരിമലയിലെ പൈസ എവിടെ എങ്ങനെയാണ് ചിലവാക്കുന്നത്, സർക്കാർ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് കഷ്ടമാണ്. ഷാജി പറഞ്ഞത് ശരിയാണ്. ദേവസ്വത്തിൻ്റെ പൈസ മുഴുവൻ അവിടുത്തെ കാര്യങ്ങൾക്ക് തന്നെയാണ് ചിലവാക്കുന്നത്, പുറത്തേക്ക് എടുക്കാറില്ലെന്നാണ് സർക്കാർ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഉന്നയിക്കുന്ന ആക്ഷേപം ഈ കരാർ കൊടുക്കുന്നതിനെയൊക്കെ സംബന്ധിച്ചാണ്. നമുക്ക് നോക്കാം. എനിക്ക് പ്രത്യേകിച്ച് അതിലൊരു ആക്ഷേപമില്ല. പക്ഷേ അത് പലരും ആക്ഷേപമായി ഉന്നയിച്ചുകൊണ്ട് ഞാനിവിടെ പ്രതിപാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അരുന്ധതി കോലംപറമ്പത്ത് ബിനോയെ പിന്താങ്ങുന്നുണ്ട്. സന്തോഷ് കുമാർ പറയുന്നു BJPയെ തോൽപ്പിക്കാൻ നോക്കുകയാണ് ഇവർ, ക്രിസ്ത്യാനിയുടെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും സംഗമം നടത്തിയാലേ മതേതരത്വം ഉണ്ടാകൂ എന്നും പറയുന്നു. അപ്പോൾ ഓക്കെ, കമൻറ്റർ മാത്യു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, മുംബൈയിൽ നിന്നാണ്. അത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ മാത്യു, അപ്പോൾ ഈ മുംബൈ മലയാളികളൊക്കെ ഈ വാർത്ത കേൾക്കുന്നുണ്ട്, അയ്യപ്പ സംഗമം ഒക്കെ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇത് ഏത് തരത്തിലായിരിക്കാം, സർക്കാരിന് ഗുണം ചെയ്യുമെന്നാണോ കരുതേണ്ടത്, അതോ ഇത് സർക്കാരിനെ വീണ്ടും ഒരു പ്രതിഷേധ മുനമ്പിൽ കൊണ്ടെത്തിക്കും എന്നാണോ കരുതേണ്ടത്? കമാൻഡർ മാത്യു. അഭിപ്രായം പറയുന്നത് എന്തായി തീരുമെന്ന എന്റെ ക്വസ്റ്റ്യൻ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിന് ടൈറ്റിൽ തന്നെ എന്താണ് അരുണ് മനസ്സിലായോ? അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം. മനസ്സിലായില്ലേ? അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം എന്നാ ഇതിന്റെ ടൈറ്റിൽ ഇട്ടേക്കുന്നത്. ഇതിപ്പോ ഈ ശബരിമല കൊണ്ട് ഇതിന്റെ ലൊക്കേഷൻ വെച്ച് എന്താണെന്ന അടുത്ത ക്വസ്റ്റ്യൻ. കാര്യം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ, മഞ്ഞിനിക്കര പെരുന്നാള്, അങ്ങനെ ഒരു പെരുന്നാളുകളുടെ പൂരത്തിന് ആറന്മുള വള്ളസദ്യ, പെരുന്നാളുകളുടെ പൂരങ്ങളുടെ പൂരമായ സ്ഥലമാണ് ഈ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. അപ്പൊ LDFന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്ത് മനസ്സിലായി? കപ്പലും കപ്പിത്താനും മുങ്ങാൻ പോകുന്നു. ഈ കപ്പലും കപ്പിത്താനും മുങ്ങാൻ പോകുമ്പോൾ ഒരു പിടിവള്ളിയായിട്ടാണ് ഇപ്പോൾ എങ്ങനെങ്കിലും ഈ ഹിന്ദുക്കളെ ഒന്ന് കൂട്ടി യോജിച്ചുകൊണ്ട്, അതിന് അവർ തന്നെ പറയുന്ന പേരുണ്ടല്ലോ, എന്തോ തത്വം അസൈ, സർവമാനവ സത്യ സന്ദേശം, അതാണ് അതിന്റെ മലയാളം അല്ലേ? തത്വം അസി, നിങ്ങൾ തന്നെയാണത്. അതെ, സർവമാനവ സത്യ സന്ദേശം. അല്ലല്ല, അതായത് തത്വമസി എന്ന് വെച്ചാൽ ദൈവം ആര് എന്ന ചോദ്യത്തിന്റെ വലിയ ഉത്തരം നിങ്ങൾ തന്നെയാണ് ദൈവം, നിങ്ങൾക്കകത്തിരിക്കുന്നത് തന്നെയാണ് ദൈവം എന്നതാണ്. അപ്പൊ ഇവര് ഈ LDF ദൈവമില്ലാത്ത LDF എന്താണ് തത്വമസി എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവർക്ക് ആരോ ഒരു മെന്റലായിട്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പണ്ട് അയോധ്യയെ കൊണ്ട് ചെന്ന് അയോധ്യ ടെമ്പിൾ പണിഞ്ഞപ്പം ഹിന്ദുക്കളൊക്കെ ഒന്നായി, അവിടെ BJP അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ വീണ്ടും ഒറ്റ പിടിവള്ളിയെ നമുക്കുള്ളൂ. ശബരിമല നമ്മളൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയാൽ ഒരു പക്ഷേ കുറെ ഹിന്ദുക്കളുടെ ഏകോപനം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം എന്താ മനസ്സിലാക്കേണ്ടത്, നാളെ ക്രിസ്ത്യാനികൾ പറയാം ഞങ്ങൾക്കൊരു ക്രിസ്ത്യൻ സംഗമം വേണമെന്ന് പറഞ്ഞ് പറയുക, മുസ്ലിംസ് പറയാം ഞങ്ങൾക്ക് കോഴിക്കോട്ട് ഒരു മുസ്ലിം സംഗമവും എറണാകുളത്ത് ഒരു ക്രിസ്ത്യൻ സംഗമവും നടത്തി കഴിഞ്ഞാൽ മറ്റ് സമുദായങ്ങൾ അവരവരുടെ സംഗമം നടത്തിയാൽ ഇതിന് സംഗമങ്ങളുടെ ഒരു വേദിയായിട്ട് തന്നെ നമ്മുടെ കേരളം മാറേണ്ടി വരും അല്ലേ? നമ്മളെ കേരളം പക്ഷെ അങ്ങനെ അതാണ് ഇപ്പൊ കുമ്മനം ചോദിക്കുന്നത്. അങ്ങനെ പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയി സർക്കാരിന്
ഒരു ക്രിസ്തുമത സമ്മേളനം വിളിച്ചു ചേർക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഇസ്ലാം പള്ളിയിൽ ചെന്ന് ഇസ്ലാമിക സമ്മേളനം വിളിച്ചു ചേർക്കാൻ കഴിയില്ല. ഇതാകെ കഴിയുന്നത് ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് എന്നാണ് കുമ്മനം എടുത്തു കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മറ്റെവിടെയിൽ വിളിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഞാൻ ഇപ്പൊ കുമ്മനത്തിന്റെ പറയൽ, കാര്യം ഞാൻ ആലോചിക്കുന്നത് ഇപ്പം തന്നെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പറയാണ് ഞങ്ങൾ ഒന്നിക്കുകയാണ്, ഇനി ഞങ്ങൾ തീരുമാനിക്കും കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിന് എന്ത് വോട്ടുണ്ടെന്ന് അറിയാമോ? ഇവിടെ അവർ പറയാണ് ഞങ്ങൾ ഒരു യോഗം കൂടി ഞങ്ങളാണ് തീരുമാനിക്കുന്നേ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതേതരത്വം ഇവിടെ പോയെന്നേ. ഇത് എന്തിവർ പ്ലാൻ ചെയ്യുന്നേ? ഇങ്ങനെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ലോട്ടറി വിൽപ്പനയും മദ്യ കച്ചവടവും പിന്നെന്തുവാ ഇതാണ് അവിടുത്തെ വരുമാന സ്രോതസ്. അപ്പം വേറെ ഒരു മാർഗവും ഇല്ലെങ്കിൽ അന്നപ്പം അടുത്ത പരിപാടി നോക്കിയേക്കാം. ഇനി സംഗമങ്ങളുടെ ഒരു നിര ഇനി 8-10 മാസം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയിട്ട് ജനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഏകോപിപ്പിക്കാൻ പറ്റുമോ? അത് പ്രത്യേകിച്ച് LDF, UDF ആണെങ്കിൽ നമുക്ക് വിചാരിക്കാം അവർക്ക് കുറച്ച് വിശ്വാസങ്ങളൊക്കെ. ഇത് അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പത്തനംതിട്ട, അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അയ്യപ്പന്റെ സ്ഥലത്ത് കൊണ്ടു ചെന്നിട്ട് നടക്കുക. 3000 പ്രതിനിധികൾ. ഈ 3000 പേര് എങ്ങനെ അവിടെ സംഭവിക്കും? മാന്യമായിട്ട് മൂത്രം ഒഴിക്കാൻ സ്ഥലമില്ല, മാന്യമായിട്ട് യാത്ര ചെയ്യാൻ സൗകര്യമില്ല, ഒരു എയർപോർട്ട് ഇല്ല. എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഈ സ്ഥലത്തുള്ളത് പറ? എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഈ ശബരിമലയിലുണ്ട് പറ? അരുണ് അറിയാമല്ലോ, ഒരു 35 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പല പ്രാവശ്യം അയ്യപ്പ ശബരിമല ദർശിച്ച ഒരു മനുഷ്യനാണ്. അവിടെ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് അവിടെ ഉള്ളത് പറ? ഈവൻ റാന്നി കഴിഞ്ഞ് പോകുന്ന റോഡൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. വളരെ നന്ദി കമൻറ്റർ മാത്യു ബോംബെയിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ ചെറിയൊരു ഇടവേള, ഞാനൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നു, പെട്ടെന്ന് മടങ്ങി വരാം. അപ്പോൾ കീപ് വെയിറ്റിംഗ്. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും പൊതുവെ തുടരുന്നത്. എന്നോടൊപ്പം ശ്രീ സുരേന്ദ്രനാണ് ചേരുന്നത്. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ പമ്പയിൽ അയ്യപ്പ ഭക്തരുടെ സംഗമം എന്ന മന്ത്രിയുടെ പ്രസ്താവന തന്നെ തട്ടിപ്പിന് കളമൊരുക്കുന്നതാണെന്നാണ് VHPയുടെ ആക്ഷേപം. മറ്റ് പരിവാർ സംഘടനകൾ ഒക്കെ രംഗത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിന് ആവശ്യമായൊരു പിന്തുണ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ലഭിക്കും എന്ന് കരുതാൻ ആകുമോ? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, സാർ ഇപ്പോൾ അവിടെ എഴുതി കാണിക്കുന്നത് അയ്യപ്പ വിശ്വാസികളുടെ സംഗമം എന്നാ പറയണേ. അയ്യപ്പനെ വിശ്വസിക്കുന്ന ആൾക്കാർ അവിടെ സംഗമിക്കും, അല്ലാത്ത ആൾക്കാർ ഈ പറഞ്ഞ മാതിരി ഇവർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ നേരത്തെ കുറെ സംഘടനകളും, ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെയുള്ള സംഘടനകൾ ആണ് ഈ ഹൈന്ദവ സമുദായത്തിന്റെ എന്തോ വലിയ കൊണ്ടു നടക്കണമെന്നുള്ള ആൾക്കാരുണ്ട്. വിശ്വാസ സമൂഹം എന്നൊക്കെ പറയണ്ടേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ധർമ്മസ്ഥലത്ത് നമ്മളെ വിശ്വാസ സമൂഹം
ചെയ്തത് നമ്മൾ കാണണം. അതും അവിടെയും വിശ്വാസ സമൂഹമാണ് ചെയ്തത്. വിശ്വാസം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ വിശ്വാസം ഇല്ല എന്ന് തന്നെ അവർ കറക്റ്റായിട്ട് പറയും, ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്ന് പറയും. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇത് നടത്തുന്നതുകൊണ്ട് എന്താണ് ദോഷം എന്ന് എനിക്ക് മനസ്സിലായില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രയും ആൾക്കാർ വരുമ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ പറഞ്ഞു, റോഡുകളുടെയും മറ്റുള്ള കാര്യങ്ങളുടെയും പറഞ്ഞു. ഈ റോഡുകളെങ്കിലും കൃത്യമായിട്ട് നന്നാക്കും. അതുമാതിരി തന്നെ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞ ഞാൻ കൊല്ലങ്ങളായിട്ട് അവിടെ ഡ്യൂട്ടി ചെയ്തിട്ടും ശബരിമലയിലെ എല്ലാ പൂജയും കണ്ട് തൊഴുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം അവിടെ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞ ശരിയാണ്. ഈ അവിടെ ടോയ്ലറ്റിന്റെ ഒരു പ്രശ്നം പറഞ്ഞു. അത് ഘട്ടം ഘട്ടമായിട്ട് ആളുകൾ കൂടുന്നതിനനുസരിച്ചാണ് അവിടെ സാധാരണ കയറ്റി വരാറ്. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് തിരക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ ചുരുക്കമാണ്. നമ്മൾ കാടിന്റെ ഉള്ളിലേക്കാണ് പോണത്. കാടിന്റെ പരിമിതികളുണ്ട്. നമ്മൾ അതിനാണ് പണ്ട് കാലത്ത് തന്നെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വക കാര്യങ്ങള് അനുഷ്ഠാനങ്ങൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്രതം എടുക്കുന്നത്. ഇതിപ്പോ പോണ ആൾക്കാർ ഒരു വ്രതവും കാര്യങ്ങളൊന്നും ഇല്ല, അവിടെ പോയിട്ട് വരിക, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അത് അങ്ങനെയുള്ള പരിപാടികളുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇത് ബേസിക്കലി ഞാൻ നോക്കുമ്പോ ഈ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ വിശ്വാസികളുടെയാണ്, അല്ലാണ്ട് വിശ്വാസം നടിച്ചു നടക്കുന്ന ആൾക്കാരുടെ സംഗമം അല്ല പറഞ്ഞ. അപ്പൊ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അവിടെ വരാം. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇവർ ഉന്നയിക്കുന്ന ഈ ഭീതി വേണ്ടതുണ്ടോ? ഈ കനകദുർഗ, ബിന്ദു അമ്മിണി ഒക്കെ തുടങ്ങിയ മാളികപ്പുറങ്ങളെ പ്രത്യേകമായി അവിടെ ആദരിക്കുകയും വേണമെന്നൊക്കെയാണ് ശശികല ടീച്ചർ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നമുക്ക് ചിലപ്പോ ചില സംഗതികളെ എതിർക്കേണ്ടി വരും. നമ്മള് മകരവിളക്ക് എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു അവിടെ. ഞാനൊക്കെ കുട്ടിക്കാലത്ത് അച്ഛന്റെ കൈ പിടിച്ച് പോയിട്ടുള്ളതും പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കേൾക്കണത് എന്താണെന്നുള്ളതും എന്താണെന്ന് കണ്ടിട്ടുള്ളതും അത് എന്നാ അംഗീകരിച്ചത്? അത് അന്ധവിശ്വാസമില്ലായിരുന്നു, അതിനെ എതിർക്കപ്പെടേണ്ടതായിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള കുറെ കുട്ടികളായിരിക്കുമ്പോ തന്നെ മകരവിളക്കും മകരജ്യോതിയും ഒക്കെ വേർതിരിച്ച ആളുകൾ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഇതിപ്പോ എനിക്കറിയില്ല, അതിപ്പോ ഇപ്പോഴും അങ്ങനെ അന്ധവിശ്വാസം ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. മകരവിളക്ക് എന്താണെന്നും മകരജ്യോതി എന്താണെന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും 30 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെ പറയണത്. അവിടെ അവിടെ സങ്കല്പിച്ച് അവിടെ വരുന്ന ആൾക്കാരെ എങ്ങനെയാ വരുന്നതെന്ന് എനിക്കറിയാം. നമുക്കറിയാം, വിളക്ക് കാണുമ്പോൾ ഭക്തർ ഏതൊരു ഭക്തരായാലും തൊഴും. അപ്പൊ അവിടെ ഒരു വിളക്ക് തെളിയിക്കുമ്പോൾ അത് മകരവിളക്ക്, മകരജ്യോതി ആകാശത്ത് വരികയാണെന്നും അത് കാണാൻ പൊന്നമ്പലമേട്ടിലും ഒക്കെ ആളുകൾ നിൽക്കുന്നത് നമ്മൾ കാണുന്നല്ലേ. അല്ലല്ല, അത് എത്ര കാലങ്ങൾക്ക് ശേഷം? ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് ഞങ്ങളൊക്കെ കേട്ടിരുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഇനിയിപ്പോ പല സ്ഥലത്തും പലതാണ്. എന്നാലും തെറ്റിദ്ധരിച്ചവർ ഉണ്ടായിരുന്നു എന്നാണ്, അങ്ങനെയാണ് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടാവും. കാരണം ഈ നിരീശ്വരവാദികളൊക്കെ ആ ഘട്ടത്തിൽ ഇവിടെ ചെന്ന് നോക്കാനും അവരവിടെ പോയിട്ട്, അതാ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ നമ്മൾ എതിർക്കേണ്ടതുണ്ട്. അത് ഏത് സമുദായത്തിലായാലും നമ്മൾ എതിർക്കണം. അത് വിശ്വാസികളുടെ തന്നെ കടമയാണ്. അല്ലാണ്ട് അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അപ്പൊ അതൊരു ഓപ്പോസിറ്റ് ആൾക്കാരായി മറ്റേതായി അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ ഞാൻ പറയണത്. കാരണം എതിർക്കേണ്ടത് എതിർക്കണം, എവിടെയായാലും എതിർക്കേണ്ടത് എതിർക്കണം. വിശ്വാസത്തിൽ ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ബേസിക് ആയിട്ട് ഞാൻ പറയണു, ഇത് നടത്തുന്നതുകൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കുറച്ചുകൂടി വികസനം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഓരോ ഭക്തന്മാരും അവർ തീരുമാനിക്കട്ടെ അതിൽ പങ്കെടുക്കണോ വേണ്ട എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. യെസ്, വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇപ്പോൾ സർക്കാർ ഒരു ആഗോള സംഗമം വിളിച്ചു ചേർക്കുമ്പോൾ സ്വാഭാവികമായും എന്തായാലും ആൾ വരും, അതിലൊന്നും തർക്കമില്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസത കൂടി ആർജിച്ച് വേണ്ടേ അങ്ങനെ ഒരു സംഗമം നടത്താൻ? അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ 3000 ആളെ അവിടെ വിളിച്ചു കൂട്ടിയത് കൊണ്ട് ഒരു കാര്യമില്ല. പക്ഷേ കേരളത്തിൻ്റെ പൊതുവിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസം സർക്കാരിനൊപ്പം നിൽക്കും എന്ന് പറയാനാകുമോ? അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? പൊതുസമൂഹം സർക്കാരിനൊപ്പം ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കുക? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ അറിയാലോ. ഗാലപ്പോൾ നടത്തുമോ? ഇല്ലല്ലോ. ഇല്ല, തെരഞ്ഞെടുപ്പുണ്ടല്ലോ, പോളുണ്ടല്ലോ. ഗാലപ്പോളല്ലോ, ആക്ച്വൽ പോൾ ഉണ്ടല്ലോ. അതിൽ പലപ്പോഴും പരാജയമൊക്കെ ഒരു മെയിൻ ഫാക്ടർ ഇതാണെന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അത് തന്നെയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ജനത്തിന്റെ സപ്പോർട്ട് സർക്കാരിനുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? 99 സീറ്റില്ലേ? അപ്പൊ പിന്നെ ജനത്തിന്റെ സപ്പോർട്ട് ഉണ്ടല്ലോ, ഇല്ലെന്നാരാ പറഞ്ഞേ? അല്ലല്ല, ഞാൻ ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പോളിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. പോൾ പറഞ്ഞേ. സർക്കാരിന് സപ്പോർട്ട് ഉണ്ടോ, സർക്കാരിന് സപ്പോർട്ട് ഇല്ലയോ എന്നൊന്നും പറയാൻ. കാരണം 99 സീറ്റ് കിട്ടിയത് സർക്കാരിന് സപ്പോർട്ടിന് ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ അടുത്ത ആൾ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ അപ്പോൾ 18 തോറ്റത് സർക്കാരിന് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടല്ലേ 19 തോറ്റതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ അതിനും തല ഉലിക്കേണ്ടി വരും. അപ്പം ഞാൻ തൽക്കാലം മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞാലും മിണ്ടാതിരിക്കാം അല്ലേ. കേരള സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നിടത്താണ് 99 സീറ്റ് കിട്ടിയത്. കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നിടത്താണ് 18 കിട്ടാതിരുന്നത്. രണ്ടും രണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ സംഗമം എന്നുള്ള സംഗതി ഒരു നല്ല കാര്യമാണ്, അടിപൊളിയാണെന്നാണ് ഞാൻ പറയുന്നത്.
ഇപ്പൊ നോക്കൂ, ഞങ്ങളുടെ തൊട്ടടുത്ത ഞങ്ങളുടെ മണിമല ഏരിയയിൽ കൂടിയാണ് ഒരു പുതിയ വിമാനത്താവളം വരുന്നത്, എരുമേലി വിമാനത്താവളം. എന്തിനാ അത് വരുന്നത്? പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ശബരിമല പിൽഗ്രിമേജും കൂടെ ചേർത്തിട്ടാണ്. നമ്മളെ ഒരു വർഷം ലോകത്തിലുള്ള എല്ലാ മലയാളികളും, അതായത് അയ്യപ്പ ഭക്തരായ മലയാളികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണല്ലോ ശബരിമല. അല്ലാതെ കേരളത്തിൽ നിന്ന് മാത്രം പോകുന്നവരല്ല. ഇപ്പൊ നമ്മൾ ശബരിമല ചെന്നാൽ നമ്മൾ കാണുന്നത് എന്താണ്? മലയാളികളെ കൂടുതൽ ആന്ധ്രാക്കാരും തമിഴ്നാട്ടുകാരുമാണ് അവിടെ വരുന്നത്. അത് മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് ധാരാളം ആളുകൾ വരുന്നുണ്ട്. അവിടെയെല്ലാം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാലിന് ചില പ്രശ്നങ്ങളുള്ളവർ വടിയൊക്കെ കുത്തി അവിടുന്ന് നടന്നൊക്കെ വരുന്നത് കാണുമ്പോൾ സത്യത്തിൽ വലിയ അത്ഭുതം തോന്നും മനുഷ്യർ. അതെ, കാരണം അത് അവര് ജനിച്ച കാലം മുതൽ അവർ കാണുന്നതല്ലേ. ആൾക്കാർ പണ്ടൊക്കെ നടന്ന് ശബരിമലയ്ക്ക് പോകുമായിരുന്നു. ഇപ്പൊ നടന്നു പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു, പക്ഷെ ഇപ്പോഴും പോകുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് രാവിലെ നടന്നു പോകുന്നവര് പോയി ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാ തിരിച്ചു വരിക. ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. എന്നെ ഒരു 76, 77, 78 കാലത്തിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ കൂടിയാ പോയിട്ടുള്ളത്. അന്ന് ഇവിടുന്ന് എനിക്ക് രാവിലെ പോയി കഴിഞ്ഞാല് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തിരിച്ചു വരാനുള്ള ദൂരമേ ഉള്ളൂ ശബരിമലയ്ക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ സംബന്ധിച്ചിട്ട്. പക്ഷെ അന്ന് ഞങ്ങൾ ശബരിമലയ്ക്ക് പോയത് ഒരു ദിവസം പോയിട്ട് 6 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. ഞങ്ങൾ അവിടെ പോയി ഈ പറയുന്ന ഇവര് പറയുന്ന എല്ലാ ഇത് പാലിച്ചുകൊണ്ട് പമ്പയിൽ താമസിച്ചു, പമ്പയിൽ സദ്യ വെച്ചു, അങ്ങനെ മല കയറി ശബരിമല പോയി താമസിച്ചു. അങ്ങനെ എല്ലാ അനുഷ്ഠാനങ്ങളും പാലിച്ചു തന്നെ ഒരക്കുഴി പോയി കുളിച്ചു. ഇതെല്ലാം ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. 6 ദിവസം എടുത്തു ഞങ്ങൾ വരാൻ. ഇപ്പൊ രാവിലെ പോകുന്നവർ വൈകുന്നേരം തിരിച്ചു വരാനുള്ള ദൂരമുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ശബരിമല. പക്ഷേ ഇതിന്റെ സംഗമത്തിന്റെ പ്രത്യേകത, ഈ ശബരിമല നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതാണ് ഇതിന്റെ ഇപ്പൊ പല വിയോജിപ്പിനും വരുന്ന കാര്യം. ശബരിമല നൽകുന്ന തത്വമസി എന്ന സന്ദേശം, വിശ്വമാനവികത എന്ന സന്ദേശം, അതൊക്കെ ലോകത്ത് ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനി പ്രത്യേകിച്ച് ഒരു സർക്കാർ പറയേണ്ട കാര്യമല്ല എന്ന ആളുകൾ, അതാണ് വിമർശനമായി. അങ്ങനെയല്ല. കാലം കഴിയുന്തോറും ആ തത്വമസി എന്നുള്ള തത്വം ആൾക്കാർ മനസ്സിലാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കുകയോ ചെയ്യുന്നതിന്റെ ഒത്തിരി അടയാളങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പൊ ധർമ്മസ്ഥലയിൽ എന്താണ് കാണിക്കുന്നത്? നിങ്ങളുടെ ചാനലല്ലേ കൂടുതൽ അത് കാണിക്കുന്നത്? ധർമ്മസ്ഥല ഒരു അമ്പലമല്ലേ? ശബരിമല ഒരു അമ്പലമല്ലേ? ധർമ്മസ്ഥല പോയിട്ടുണ്ടോ? ധർമ്മസ്ഥലയിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എന്റെ ഫാമിലിയെ കൂട്ടി പോയിട്ടുണ്ട്. ഞാൻ കർണാടകത്തിൽ കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ട്, ഷിമോഗയില്. അല്ല അത് പോട്ടെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് അവിടെ ഒരു സ്ഥലത്ത് ഒരു ശുചീകരണ തൊഴിലാളി ഇത് മറവ് ചെയ്തു എന്ന സത്യം ഇപ്പൊ പറയുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നത്. അത് എഴുതി വെച്ചിട്ടുണ്ടോ? അവിടെ തത്വമസി എഴുതി വെച്ചിട്ടുണ്ടോ? തത്വമസി എഴുതി വെച്ചിരിക്കുന്ന ഒരേ ഒരു സ്ഥലം, ഒരേ ഒരു ക്ഷേത്രം. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത് അത് ആ തത്വമസി അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നും തത്വമസി അയ്യപ്പ സന്നിധാനത്തിന്റെ ഒരു പ്രസക്തി എന്താണെന്നും ഒക്കെ വിശ്വാസികളായ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ സർക്കാരിന് വിശ്വാസമില്ല, അതാണ് അവരുടെ പ്രശ്നം. സർക്കാരിനെ വിശ്വാസമില്ലാത്ത ആർക്കാ? ചിലർക്ക് വിശ്വാസമില്ല. ഈ സർക്കാരിനെ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഉദ്ദേശം എന്താണ്? അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്നവരെങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുക? അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ തത്വവും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെയോ തത്വവും രണ്ടും രണ്ടാണ്. അവരൊരിക്കലും യോജിക്കില്ലല്ലോ. അത് രണ്ട് റെയിൽവേ പാളം പോലെ ഒരിക്കലും കൂട്ടുമുട്ടാതെ പോവുള്ളൂ. അതുകൊണ്ട് അവർക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ സിനിമാ കോൺക്ലേവ് നടന്നില്ലേ? എന്തിനാണ് സംഘടിപ്പിച്ചത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോ അവിടെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പം അത് പരിഹരിക്കാനുള്ള സംഗമമായിരുന്നു ഈ കോൺക്ലേവ്. ഒരു തുടക്കമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഗോള നിലവിൽ നമ്മുടെ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ പ്രാധാന്യം, തത്വമസി, സമത്വം, ഇതെല്ലാം ശരി വ്യക്തമാണ്. എനിക്ക് നമ്മുടെ ദീപു കൂടി ചേരുന്നുണ്ട്. ദീപുവിന് പല ദിവസങ്ങളിൽ അവസരം കിട്ടിയില്ല എന്നൊരു പരാതി അദ്ദേഹം ഉന്നയിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നും ഞാൻ ഓർത്ത് അങ്ങോട്ട് വിളിക്കണമെന്ന് കണ്ടില്ലെങ്കിൽ. അതായത് ദീപു ഇന്ന് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ മണിമല നമുക്ക് ദിവസവും സംസാരിക്കുന്നുള്ള ആളായതുകൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ദീപു, ഇവിടെ ഈ സംഗമത്തിൻ്റെ കാര്യത്തിൽ തെറ്റില്ല, ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നതിൽ തെറ്റില്ല, അതൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ ഇത് നടത്താനുള്ള ഒരു അതോറിറ്റി സർക്കാരാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഈ ദൈവവിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രി രക്ഷാധികാരിയാകുന്നു, മറ്റു മന്ത്രിമാർ രക്ഷാധികാരികളാകുന്നു, ആർക്കും ദൈവവിശ്വാസമില്ല. സ്വാഗത സംഘം രൂപീകരിക്കുന്നു. പത്തനംതിട്ട കലക്ടറുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നത്. അങ്ങനെ
ഒരു വിശ്വാസമില്ലാത്തവർ വിശ്വാസികളുടെ ഒരു സംഗമം വിളിച്ചു ചേർക്കുന്നു, അതിൽ വിശ്വാസികൾക്ക് പ്രത്യേകിച്ചൊന്ന് ഒരു നേതൃസ്ഥാനമില്ല, റോളില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത്. മറ്റൊന്ന്, ഈ സർക്കാർ അവിടെ കൊണ്ട് കയറ്റിയ ആളുകൾ അവരെ വീണ്ടും കൊണ്ട് അവിടെ കയറ്റുമോ, കോടതി വിധിയുടെ ഒരു മറവിൽ അങ്ങനെ ചെയ്തു എന്നൊരാക്ഷേപം. ഇതിനൊക്കെ ഉള്ള ഒരു മറുപടി എന്താണ്? ഈ അവസാനത്തെ രണ്ട് ചോദ്യങ്ങളും ബേസ്ലെസ് ആണ്. അത് ആ സാഹചര്യത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെ അല്ല. ഏത് സാഹചര്യത്തിൽ എന്ത് നടക്കുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങളെ നമ്മൾ അവതരിച്ച് പറയേണ്ടത്. പിന്നീട് അങ്ങ് ആദ്യം പറഞ്ഞു ഈ കേരള സർക്കാർ ഇതെന്തിനാണ് എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. പക്ഷെ ഇത് നടത്തുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികമാണ് ഈ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമിനാണ് സർക്കാർ കൂടെ ചേരുന്നത്. ഈ ദേവസ്വം ബോർഡ് 75ാം വാർഷികത്തിൽ ഇത് നടത്തുമ്പോൾ ദേവസ്വം ബോർഡിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹൈക്കോർട്ടിൽ ഒരു ബെഞ്ച് തന്നെ ഉണ്ട്, ഇല്ലേ? ദേവസ്വം ബോർഡിന്റെ പൈസ ആരൊക്കെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് എത്ര വട്ടം ഇവിടെ നിയമസഭ വരെ ഡിബേറ്റബിൾ ആയിട്ട് പറഞ്ഞല്ലേ. അതിനകത്ത് മഞ്ഞൾ കാണുന്നു, മറ്റേ ഇതുപോലെ എന്തെല്ലാം അനാവശ്യങ്ങൾ ഈ RSSകാർ പറഞ്ഞു നടന്നിട്ടുണ്ട് ഇത്രയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അതെല്ലാം പൊളിഞ്ഞടുങ്ങിയിട്ടുള്ളതല്ലേ. ഇവിടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ആഗോള സംഗമം നടത്തുന്നത് ഈ ഭക്തരെ വിളിക്കാനാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സമരം നടക്കുമ്പോൾ ഈ പറയുന്ന ശശികല അവിടെ വലിഞ്ഞു കയറിയിട്ട് ശശികല പിന്നെ പോയിട്ടുണ്ടോ അവിടെ? ശശികല പിന്നെ ശബരിമല പോയിട്ടുണ്ടോ? അതെനിക്കറിയില്ല, അതിപ്പോ അവരുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ. അതവര് പറയട്ടെ, അതിനുശേഷം അവർ പോയിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ അറിയാവുന്നവർ പറയട്ടെ. അതല്ലാതെ ചുമ്മാ അവര് കമന്റ് ഇട്ടതിനെ ഇവിടെ ലോകത്തിലേക്കുമല്ല ഏറ്റവും വലിയ അവരെ അല്ല ഉദ്ദേശിക്കുന്നത്. ഈ തമിഴ്നാട്ടില്, ആന്ധ്രാപ്രദേശില്, കർണാടകത്തില്, ബോംബെയില് അങ്ങനെ നോട്ടബിൾ പേഴ്സൺസ്, അതുപോലെ ലോകം വൈഡായിട്ട് ദുബായിൽ വരെ ഇതിന്റെ ഞാൻ ഉള്ളപ്പോഴും ഞങ്ങളുടെ അവിടെ ഉണ്ട് ഒരു അയ്യപ്പന്റെ ഒരു സംഘം. അങ്ങനെ ഉള്ള ഒരുപാട് സംഘങ്ങളുണ്ട്. അവരെ എല്ലാം അണിചേർത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. ആ കുടക്കീഴിൽ കൊണ്ടുവന്ന് അവര് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കുക. അവര് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റുമോ? പിന്നെ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് 772 കോടി രൂപയുടെ വികസനം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ. എന്തേ അത് പറയാത്തത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിരത്തി നിർത്തിയിട്ട് ഇതുപോലെ നടക്കുമ്പോൾ അവിടെ വാപുര എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ എത്ര വട്ടം ചർച്ച ചെയ്തു, ഇവിടെ നമ്മുടെ പൊതുവേദിയിൽ ചർച്ച ചെയ്തില്ലേ? നമ്മളൊരു മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഇന്ത്യ എന്ത് പ്രതീകമാണ്? നമ്മുടെ സെക്യുലറിസം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതുപോലെയൊക്കെ അതിന്റെയൊക്കെ നമുക്ക് ഈ സമയം അവസാനിച്ചുകൊണ്ടാണ് ദീപു. ഇത് പറയട്ടെ ഒരു മിനിറ്റ് കൂടെ. അതായത് ഇത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന പിന്നെ ക്രിസ്ത്യാനികൾക്ക് അവിടെ ഇല്ല. ക്രിസ്ത്യാനികളുടെ സഭ ഇതൊന്നും ഈ അമ്പലം ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടാണ് അവരാണ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ RSSകാരങ്ങ് വിരട്ടിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ ഞങ്ങളാണ് ഇവിടുത്തെ ആരാണ് ഈ RSSകാർക്ക് ഹിന്ദുക്കളുടെ അട്ടിപ്പറ അവകാശം കൊടുത്ത് അവര് ഹിന്ദുവായിട്ട് എന്ത് ബന്ധം? വ്യക്തമാണ്. അപ്പോൾ എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ദീപുവിൻ്റെ അഭിപ്രായം വ്യക്തമാണ്. ഇപ്പോൾ പ്രവീൺ എങ്ങനെ നമ്മുടെ സമയം കഴിഞ്ഞു എന്ന് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. വിശ്വാസികൾ വിശ്വാസത്തിലെടുക്കുമോ ഈ സർക്കാരിനെ എന്ന്. അപ്പോൾ 24% ആളുകളെ പക്ഷേ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കൂ എന്ന് പറയുന്നുള്ളൂ. പക്ഷേ 76% ആളുകൾ വിശ്വാസികൾക്ക് ഈ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഈ പോളിൽ കാണിക്കുന്നത്. ഓക്കെ, ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. ഏതായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും കൂടുതൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.